Hello students, good evening. Hello everyone. എല്ലാവരും കെമിക്കൽ ബോണ്ടിങ് പാർട്ട് 1 വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. സോറി, കുറച്ച് ടൈം ലാഗായിപ്പോയി. നിങ്ങൾക്ക് അഞ്ചര കഴിഞ്ഞില്ല, 5:45 മാം ബയോളജി ക്ലാസ് തീർന്നത്. സോ ഐ തോട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് വേണം. ഹലോ എവരി വൺ. സോ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തംസപ്പ് തന്നെ നോക്കട്ടെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് വരിക. നമുക്കൊരു ഇൻറ്ററാക്റ്റീവ് സെഷൻ തന്നെ നടത്താം. ഓക്കെ. So, see, നമ്മുടെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നാളെ തന്നെ. സോ ഇന്നാണ് എൻറോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് അൺഅക്കാഡമി ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്യാം. നിങ്ങൾക്ക് സോ ഫോർ ക്ലാസ് 12 ആൻഡ് ഡ്രോപ്പേഴ്സ് നിങ്ങൾക്ക് 4,799 ഇത് എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? അറ്റംപ്റ്റ് പെൻ ആൻഡ് പേപ്പർ ഓൺലൈൻ ബേസ്ഡ് ടെസ്റ്റ് ടു ഗെറ്റ് എ റിയൽ എക്സാം ലൈക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് പെൻ പേപ്പർ എക്സാം അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് 16 മോക്ക് ടെസ്റ്റാണ് കിട്ടാൻ പോണേ. 16 മോക്ക് ടെസ്റ്റ്. 52,000 പ്ലസ് ലേണേഴ്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ടെസ്റ്റ് സീരീസ്. സോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ നടക്കുന്ന ഒരു ടെസ്റ്റ് സീരീസാണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലെവൽ എവിടെയാണ്. ഈ 52,000 ആൾക്കാരിൽ എൻ്റെ ലെവൽ എവിടെയാണ്. നിങ്ങൾക്കത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾക്ക് ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയാണ് കിട്ടുക? ഡീറ്റെയിൽ അനാലിസിസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. നിങ്ങൾ എഴുതിയ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് വിത്ത് സൊല്യൂഷൻസ് ആൻഡ് ആൻസറിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ടോപ്പ് 1000 റാങ്കിൽ എത്തുന്ന നമ്മുടെ അൺഅക്കാഡമി നീറ്റ് സ്റ്റുഡൻസിന് 25 lakhs വരുന്ന പ്രൈസസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദിസ് ഈസ് എ ഗുഡ് ഓഫർ. നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ എൻറോൾ നൗ. സോ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്യാം, NIKKI10. ഓക്കെ. സോ നിങ്ങൾ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ എൻറോൾ ചെയ്യുക. സോ കോഡ് യൂസ് ചെയ്യുക, NIKKI10. ഓക്കെ. സോ നിങ്ങളുടെ സ്ട്രാറ്റജി, അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്കായോ അതോ നിങ്ങൾ പഠിക്കുന്ന എന്താ പറയുക പ്ലാൻ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാവുക. റൈറ്റ്. സോ നിങ്ങളുടെ ചാറ്റൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരാം കേട്ടോ. സോ ഇത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ മോസ്റ്റ് റിക്വസ്റ്റഡ് ചാപ്റ്ററാണ് ഫിസിക്കലിൽ തന്നെ. കെമിക്കൽ ബോണ്ടിങ് നിങ്ങൾക്ക് 4 to 5 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്റ്റ് ചെയ്യാം. വിച്ച് മീൻസ് 16 to 20 മാർക്സ് നിങ്ങളുടെ ഭദ്രമാണ് ഈ കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് തീർത്താൽ. ഓക്കെ. ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ നിങ്ങൾ മറക്കണ്ട, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ടു എൻറോൾ ടു ദിസ് അൺഅക്കാഡമി ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. സോ നിങ്ങൾക്ക് 3 സെക്ഷനായിട്ട് 3 പാർട്ടാണ് കിട്ടാൻ പോണേ. ഫോർ പെൻ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിൽ 4,799, ഓൺലൈൻ ടെസ്റ്റ് ആണെങ്കിൽ 3,199, ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എൻറോൾ ചെയ്യാം 1,599 നിങ്ങൾക്ക് ഓൺലൈൻ നീറ്റ് 2024 കോച്ചിങ് കിട്ടുന്നതായിരിക്കും. ടെസ്റ്റ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. സോ ദ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് സ്റ്റാർട്ടിങ് ടുമാറോ. സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം? നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ, അതായത് നീറ്റിൻ്റെ അതേ പാറ്റേണിൽ റീസെൻ്റായിട്ട് നമ്മളെ മെഡിക്കൽ കൗൺസിൽ ഇറക്കിയ സിലബസിന് ബേസ്ഡ് ആയിട്ടാണ് ടെസ്റ്റ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം.
ഓക്കെ, സോ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ജോഷ് ഒന്നും കാണുന്നില്ലല്ലോ. ടെലിഗ്രാമിലൊന്ന് മെസ്സേജ് ഇട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരട്ടെ. സോ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നില്ല? ഒന്ന് തംസ് അപ്പ് ഇട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഒരു തംസ് അപ്പ് ഇട്ട് നോക്കട്ടെ. സോ കെമിക്കൽ ബോണ്ട്, നമ്മൾ നമ്മുടെ കെമിക്കൽ ബോണ്ട് ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. റൈറ്റ്, സി വാട്ട് ഈസ് കെമിക്കൽ ബോണ്ട്? നിങ്ങൾ ആദ്യം അറിയേണ്ടത്, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫേസ്റ്റ് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഫേസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾ കാണാം എന്താണ് കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട്, 2 ആറ്റം തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, വിച്ച് മീൻസ് അവിടെ ഇടയിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനാണ് എന്ത് പറയുക? ആ ഫോഴ്സിനാണ് എന്ത് പറയുക? ഒരു കെമിക്കൽ ബോണ്ട് എന്ന് തന്നെ പറയാം. നജ ഹായ്, ഹെർക്കുലീസ് ഗുഡ് ഈവനിങ് മാം, ഗുഡ് ഈവനിങ്. സോ സൃഷ്ടി ഹായ്. സോ സി വാട്ട് ഈസ് എ കെമിക്കൽ ബോണ്ട്? That is the attractive force which holds various constituents, അതായത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, ഓക്കെ, ടുഗെദർ ഇൻ ഡിഫറെൻറ്റ് കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. അതായത് 2 ആറ്റം ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ 2 ആറ്റം തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യണം. അതിനെന്ത് വേണം? ഒരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണ്ടേ? അതായത് നിങ്ങൾക്ക് ഒരാളോട് കണക്റ്റ് ആവണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ വേണ്ടേ? അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, മീൻസ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വേണ്ടേ? മാം ഇനി പഠിച്ചാൽ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. എന്തുകൊണ്ട് കിട്ടില്ല? നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ, നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അൺഅക്കാഡമി എന്ത് ടെസ്റ്റ് സീരീസ് ആയിട്ട് വരികയാണ്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് എൻറോൾ ചെയ്യാനുള്ള. സോ നിങ്ങൾക്ക് നിങ്ങളെ പ്രിപ്പറേഷൻ, നിങ്ങളെ അനാലിസിസ് കൂടെ തന്നെ കൊണ്ടുപോകാം. റൈറ്റ്, നിങ്ങൾ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റും ചെയ്യാം. സോ കെമിക്കൽ ബോണ്ട്. സോ വൈ കെമിക്കൽ ബോണ്ട് ഈസ് ഫോംഡ്? എന്തുകൊണ്ടായിരിക്കും ഈ 2 ആറ്റം തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്? എന്തായിരിക്കും അതിൻ്റെ റീസൺ? സി, ദ ഫസ്റ്റ് റീസൺ ഈസ് to attain the nearest noble gas configuration. The nearest noble gas configuration. എന്തുകൊണ്ടായിരിക്കും നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ തന്നെ ആ ആറ്റത്തിന് കിട്ടണമെന്ന ആഗ്രഹം? സി, ഇവിടെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ജനറലി നോ എലമെൻറ്റ് എക്സിസ്റ്റ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ആറ്റം എക്സെപ്റ്റ് നോബിൾ ഗ്യാസസ്. ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയോ? ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സി, നാളെയാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് എന്ത് കിട്ടും? പെൻ പേപ്പർ ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതിലാണ് ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓൺലൈൻ ബേസ്ഡ് ടെസ്റ്റാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് ചോദിക്കും. സോ നിങ്ങൾ ഈ കോഡ് യൂസ് ചെയ്യുക. NIKKI 10 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് 16 മോക്ക് ടെസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോണേ. ഓക്കെ, സോ 52,000 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എൻ്റെ ലെവൽ എവിടെയാണ്, ഞാൻ എവിടെയാണ്? സോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇപ്പം തന്നെ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങളെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഓക്കെ, സോ ടു അറ്റൈൻ ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. എന്തുകൊണ്ടാണ് കെമിക്കൽ ബോണ്ട് 2 ആറ്റം തമ്മിൽ, അല്ലെങ്കിൽ ഒരു ആറ്റം എന്തുകൊണ്ടാണ് ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആവുന്നത്? ദ ഫസ്റ്റ് റീസൺ ഈസ് ടു അറ്റൈൻ ദ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അതായത് നോബിൾ ഗ്യാസ് എന്താണ്? അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. അതിൻ്റെ ഷെല്ലിൽ എന്തുണ്ട്? മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ഇലക്ട്രോൺസ് ആ ഷെല്ലിൽ ഉണ്ട്. സോ അതിനെന്തെങ്കിലും പുറത്തുനിന്ന് ഒരു ഇലക്ട്രോൺ ഇൻവൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? സോ നിയറസ്റ്റ് നോബിൾ ഗ്യാസ്. സോ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഹെർക്കുലീസ് ചെയ്തിട്ടുണ്ട് 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതെ, സോ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണം. ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ ആ ആറ്റം എന്താണ്?
സ്റ്റേബിളാണ്. സോ എല്ലാവരും എന്താണ്, ഒരു സ്റ്റെബിലിറ്റി മാത്രമല്ല ആഗ്രഹിക്കുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് നീറ്റ് എഴുതണം ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കരിയർ സ്റ്റേബിൾ ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. സോ ഈ ആട്ടും എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്കൊന്ന് സ്റ്റേബിൾ ആവണം, റൈറ്റ്. സോ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആറ്റം വിൽ ബി സ്റ്റേബിൾ. അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും, റൈറ്റ്. ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ഒരു സ്റ്റേബിളായ ആറ്റത്തിൻ്റെ എനർജി എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കോ മിനിമം ആയിരിക്കും? സി, ഒരാൾ എന്താ പറയുക, ഓക്കെ, ഒരു ന്യൂ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറി വരികയാണ്. ആളൊറ്റയ്ക്കാണ് ഉള്ളത്. ആളെന്താ സ്റ്റേബിളല്ല നിൽക്കുന്നത്. നമുക്ക് ആകെ ഒരു വെപ്രാളായിരിക്കും അല്ലേ, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന മാതിരി ആയിരിക്കും. അതായത് ഒരു എനർജി കൂടുതലായിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട, അയ്യോ എന്നുള്ള ചിന്തയായിരിക്കും. സോ ഒരാൾ നമ്മളെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആക്കുകയാണെങ്കിൽ, നമ്മൾ സ്റ്റേബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാം ഡൗൺ ആവും അല്ലേ. സോ ഈ ആറ്റത്തിൻ്റെ എനർജി എന്താവും? ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആറ്റം സ്റ്റേബിൾ ആവുകയാണെങ്കിൽ അതിനെന്ത് കിട്ടും? മിനിമം എനർജി ആയിരിക്കും ഉണ്ടാവുക. സോ അറ്റൈൻ മിനിമം എനർജി. സോ ഏതൊരു ആറ്റവും ആഗ്രഹിക്കുന്നത് ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണം. അങ്ങനെ എന്താവും? സ്റ്റേബിൾ ആവാം. എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും, റൈറ്റ്. സോ generally no element exists as an independent atom except noble gas. സോ നോബിൾ ഗ്യാസിലാണെങ്കിലും ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷേങ്കിൽ അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. സെനോണിൻ്റെ കുറച്ച് കോമ്പൗണ്ട്സ് നിങ്ങൾ പഠിക്കും, ഓക്കെ. സോ നമ്മൾ ഈ കെമിക്കൽ ബോണ്ടിങ്ങിൽ ആറ്റംസ് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് തിയറീസ് ഉണ്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ. ഫസ്റ്റ് തിയറി ഈസ് കൊസൽ-ലൂയിസ് തിയറി. ഓക്കെ, ലൂയിസ് ഡോട്ട് സ്ട്രക്ചറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ +1 കഴിഞ്ഞാണ്. +2 സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ +1 കഴിഞ്ഞാണ്. +1 സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾക്കറിയാം കൊസൽ-ലൂയിസ് തിയറി, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ, നമ്മൾ കോവാലൻ്റ് മോളിക്യൂൾസ് എങ്ങനെ വരയ്ക്കുന്നു അതൊക്കെ പഠിക്കാം, ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, ദാറ്റ് ഈസ് VSEPR തിയറി. സോ അവിടെ നമ്മൾ എന്ത് പഠിക്കും? ജോമെട്രി, ഷേപ്പൊക്കെ പഠിക്കും, ഓക്കെ. ഇവിടുന്ന് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റനിങ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഫ്രം VSEPR തിയറി. ദെൻ വാലൻസ് ബോണ്ട് തിയറി, VBT, റൈറ്റ്. അവിടെ നിങ്ങൾ എന്ത് പഠിക്കും? ഹൈബ്രിഡൈസേഷനൊക്കെ കണ്ടുപിടിക്കാൻ പഠിക്കും, ഓക്കെ. സോ നെക്സ്റ്റ് വൺ ഈസ് ദെൻ ദ മോസ്റ്റ് റിസൻറ്റ് തിയറി വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ്, ദാറ്റ് ഈസ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നിങ്ങൾ പഠിക്കും. അവിടെ നിന്ന് നിങ്ങൾ എന്ത് പഠിക്കും? ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം, മോളിക്യൂൾസിൻ്റെ ബോണ്ട് ഓർഡർ എങ്ങനെ കണ്ടുപിടിക്കാം, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. MOT നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഓക്കെ. സോ കൊസൽ-ലൂയിസ് തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് പറയേണ്ടത്? ആറ്റംസ് അച്ചീവ് ദ സ്റ്റേബിൾ ഒക്ടക്റ്റ് വെൻ ദേ ആർ ലിങ്ക്ഡ് ബൈ കെമിക്കൽ ബോണ്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഇപ്പം A and B, A എന്ന് പറഞ്ഞൊരു ആറ്റം ഉണ്ട്, B എന്ന് പറഞ്ഞൊരു ആറ്റം ഉണ്ട്. അതിൻ്റെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ രണ്ടാളും എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. എന്ത് കണ്ടീഷനിൽ? 2 കണ്ടീഷൻ. മീൻസ് എക്കും ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണം, ബിക്കും ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണം. സോ ഇങ്ങനെ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ 2 ചാൻസസ്, അതായത് 2 രീതിയിൽ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാം? 1 ഈസ് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ, സെക്കൻഡ് 1 ഈസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിൻ്റെ എനിക്ക് ഇലക്ട്രോൺ വേണം, അപ്പോൾ അല്ലെങ്കിൽ ഈ A ആറ്റത്തിന് ഇലക്ട്രോൺ വേണം. ഒന്നുകിൽ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ നടക്കാം, റൈറ്റ്. സോ ഒക്ടക്റ്റ് റൂൾ മീൻസ് എപ്പോഴും ഒരു ആറ്റത്തിന് എന്തായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക? ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അതായത് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. സോ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 ചാൻസസ് ആണുള്ളത്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കാം, അല്ലെങ്കിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കാം. സോ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടാവുന്ന ബോണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? എന്ത് ബോണ്ട് എന്നാണ് പറയുക?
നിങ്ങൾക്കറിയാലോ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയാണെങ്കിൽ ആ ബോണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? പെട്ടെന്നൊന്ന് റിപ്ലൈ ചെയ്തേ ചാറ്റിൽ. പെട്ടെന്നൊന്ന് റിപ്ലൈ ചെയ്തേ. ദാറ്റ് ഈസ് അയോണിക് ബോണ്ട്, റൈറ്റ്? രണ്ട് ആറ്റംസ് തമ്മിൽ കമ്പയർ, അതായത് ഒരു ആറ്റം എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും, മറ്റേ ആറ്റം എന്ത് ചെയ്യും? ഈ ലൂസ് ചെയ്ത ഇലക്ട്രോണിനെ അങ്ങ് വാങ്ങിക്കും, റൈറ്റ്? സോ പോസിറ്റീവ് ചാർജുള്ള ഒരു ആറ്റം ഒരു സ്പീഷീസ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജുള്ള ഒരു സ്പീഷീസ് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട്സ്, റൈറ്റ്? സോ അവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അയോണിക് ബോണ്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം NaCl, ദാറ്റ് ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട്. സോ സോഡിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 അല്ലേ? 11. സോ അതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മെയിൻ ഷെൽ കോൺഫിഗറേഷനാണ് പറയുകയാണെങ്കിൽ 281. ക്ലോറിൻ ആണെങ്കിൽ 17, 287, റൈറ്റ്? സോ ഒക്ടറ്റ് കിട്ടണമെങ്കിൽ സോഡിയം എന്ത് ചെയ്യണം? സോഡിയത്തിന് 7 ഇലക്ട്രോൺസ് മേടിക്കുന്നതായിരിക്കുമോ നല്ലത്, ഒരു ഇലക്ട്രോൺ അങ്ങ് ലൂസ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ എളുപ്പം. സോ ഇതെന്ത് ചെയ്യും? സോഡിയം ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് സോഡിയം എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Na+ ആയിട്ട് മാറും. ഒരു ഇലക്ട്രോൺ അങ്ങ് ലൂസ് ചെയ്യും അല്ലേ? സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ക്ലോറിൻ ഇവിടെ ഉണ്ട്, ക്ലോറിന് 17 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിന് 287, അതായത് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇതെന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിന് അങ്ങ് മേടിക്കും. സോ ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ മേടിച്ചിട്ട് എന്താവും? ക്ലോറിൻ മൈനസ് ചാർജ് ആവും. സോ Na+ + Cl-, ഇത് രണ്ടും എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യും അല്ലേ? സോ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ നടക്കും. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് എന്താവും? NaCl, ദാറ്റ് ഈസ് ആൻ അയോണിക് കോമ്പൗണ്ട്. സോ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. അയോണിക് ബോണ്ട് ഈസ് നോൺ ഡിറക്ഷണൽ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതായത് സോഡിയത്തിന് എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് മൊത്തം സോഡിയത്തിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. Cl- ആണെങ്കിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് ഈ മൈനസ് ചാർജ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ഡിറക്ഷണൽ. അയോണിക് ബോണ്ട് ഈസ് നോൺ ഡിറക്ഷണൽ. ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇതാണ് എന്ത്? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ നടക്കുന്നത്. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് ആ ഇലക്ട്രോൺ ആര് മേടിച്ച്? ക്ലോറിൻ വാങ്ങി. സോ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻവോൾവ് ഇൻ ദി അയോണിക് ബോണ്ട്. വൈ ഇറ്റ് ഈസ് അയോണിക് ബോണ്ട്? ഇവിടെ കാറ്റയോൺ ഉണ്ട്. സോ കാറ്റയോൺ ആൻഡ് ആനയോൺ, positive and negative charge is there. So there will be an electrostatic force of attraction between cation and anion. Then they will form an ionic bond. അല്ലേ? സോ സെക്കൻഡ് വൺ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ഒരു ബോണ്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ആ ബോണ്ട് എന്ത് വിളിക്കും? നമ്മൾ ആ ബോണ്ടിനെ എന്ത് വിളിക്കും? ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ആ ബോണ്ടിനെ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കൊവാലൻറ്റ് ബോണ്ട്, റൈറ്റ്? കൊവാലൻറ്റ് ബോണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി പഠിക്കാൻ പോകുന്നത് കൊവാലൻറ്റ് ബോണ്ടിനെ കുറിച്ചാണ്. സോ സി എച്ച് എഫ് മോളിക്യൂൾ പറയാം എടുക്കുകയാണ്. ഒക്ടറ്റ് റൂൾ അല്ലെങ്കിൽ കൊസൽ ലൂയിസ് തിയറിൻ്റെ ഒരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയാം, ഇവിടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയണത് അല്ലേ? പക്ഷേങ്കിൽ ഹൈഡ്രജൻ്റെ കേസിൽ നോക്ക്, ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. സോ ആ ഷെല്ലിൽ മാക്സിമം ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 2 അല്ലേ? ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഒക്കുപ്പൈ ചെയ്യാം? 2 ഇലക്ട്രോൺസ്. ഹൈഡ്രജൻ ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ ഒരു ഇലക്ട്രോണും കൂടി കിട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് എത്തുക. സോ വി വിൽ കോൾ ഇറ്റ് ആസ് ഡുപ്ലെറ്റ്. ഓക്കെ.
സോ ഹൈഡ്രജന് ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഫ്ലൂറിന് എന്തുണ്ട്? 7 ഇലക്ട്രോൺ അതിൻ്റെ വാലൻസ് ഷെല്ലുണ്ട്. നമ്മളെല്ലാം വാലൻസ് ഷെല്ലിനെ കുറിച്ചാണ് പറയാൻ പോണേ. സോ ബോണ്ടിങ്, ഒരു ആറ്റം ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഏത് ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക? ഇന്നർ ഇലക്ട്രോൺസ് ആയിരിക്കുമോ വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കുമോ? പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കുമോ അതോ ഇന്നർ ഇലക്ട്രോൺസ് ആയിരിക്കുമോ? വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലേ. വാലൻസ് ഇലക്ട്രോൺസ് ആണ് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക, റൈറ്റ്? വാലൻസ് ഇലക്ട്രോൺ ഹെർക്കുലീസ്. സോ വാലൻസ് ഇലക്ട്രോൺ ആണ് ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുക. സോ നമ്മൾ ഈ ഡോട്ട്, അതായത് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വാലൻസ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഈ ഡോട്ടായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുക. സോ ഒരു ഇലക്ട്രോൺ, അതായത് ഫ്ലൂറിന് എന്ത് വേണം? ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ വേണം. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഷെല്ല്, അതായത് ഡുപ്ലെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ വേണം. ഈ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കൊടുക്കാനും വയ്യ, ഫ്ലൂറിനും ഒരു ഇലക്ട്രോൺ കൊടുക്കാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്യും? ഇവരൊരു ഡീലിലെത്തും, നമുക്ക് മ്യൂച്വലി ഈ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാം. ഞാനും ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യാം, താനും ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യണം. സോ മ്യൂച്വൽ ഷെയറിങ്. സോ എന്തായി? ഈ ഹൈഡ്രജന് ഈ 2 ഇലക്ട്രോൺ കിട്ടി, അതായത് ഒരു ഇലക്ട്രോൺ ഫ്ലൂറിൻ കൊടുത്തപ്പം ഇതിൻ്റെ എന്തായി? ഡുപ്ലെറ്റ് കംപ്ലീറ്റ് ആയി. ഇവിടെ എന്തായി? ഫ്ലൂറിൻ്റെ ഒക്റ്ററ്റും കംപ്ലീറ്റ് ആയി. സോ ഇവിടെ എന്തായി? ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു. സോ ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസാണ് ഇൻവോൾവ് ആയേ? ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ദേ വിൽ ഫോം എ ബോണ്ട്. സോ ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുക? കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുക? ഒരു കൊവാലൻ ബോണ്ട്, ഒരു കൊവാലൻ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുക? ഇവിടെ ഫ്ലൂറിൻ ഒന്ന് ഷെയർ ചെയ്തു അല്ലേ, ഹൈഡ്രജനും ഒന്ന് ഷെയർ ചെയ്തു. സോ ഈ 2 ഇലക്ട്രോൺ, അതായത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ, റൈറ്റ്? സോ ലൂയിസ് സിമ്പിൾ, ലൂയിസ് സിമ്പിൾ നിങ്ങളുടെ ടെസ്റ്റിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ക്രോപ്പ് ചെയ്തെടുത്തതാണ്. സോ ലൂയിസ് സിമ്പിൾ, ലൂയിസ് സിമ്പിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 അല്ലേ? 3യിൽ ഫസ്റ്റ് ഷെല്ലിൽ എത്ര പോയി? 2 ഇലക്ട്രോൺ പോയി. സെക്കൻഡ് ഷെല്ലിൽ എത്ര വന്നു? 1 ഇലക്ട്രോൺ വന്നു, അതായത് വാലൻസ് ഷെൽ. സോ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ഡോട്ടും റെപ്രസെൻ്റ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോൺസിനാണ്. കൊസൽ ലൂയിസ് എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ബോണ്ടിങ്ങിന് ഇൻവോൾവ് ചെയ്യുന്നത് വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് അല്ലേ. സോ നമ്മൾ എന്തിനാണ് ഇത്രയും വരച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യം? നമുക്ക് വാലൻസ് ഷെല്ല് മാത്രം ഡിനോട്ട് ചെയ്താൽ പോരെ. സോ അതുകൊണ്ടാണ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രം നമ്മൾ ഡോട്ട് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സി ലിഥിയത്തിൽ ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, സോ ദ ഡോട്ട് ഈസ് ഓൺലി 1. സി ബെറീലിയത്തിൽ 2 വാലൻസ് ഇലക്ട്രോൺ. നിയോണിൽ നോക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺ? 8 വാലൻസ് ഇലക്ട്രോൺ. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10, 2, 8. സോ 8 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിൽ ഉണ്ട് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ ലൂയിസ് സിമ്പിൾ എങ്ങനെ വരയ്ക്കാം? നമ്മൾ ആദ്യം പറയാണ്, എന്ത് പറയാം, നമുക്ക് ഫ്ലൂറിൻ F2ൻ്റെ ലൂയിസ് സിമ്പിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ചില മോളിക്യൂൾസിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ കൊവാലൻ്റ് മോളിക്യൂൾസിൻ്റെ ലൂയിസ് സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. ബിക്കോസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂളും പറയും. ഓക്കെ, സോ F2 സി ഇവിടെ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഫ്ലൂറിനിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഇവിടെ എന്തുണ്ട്? 7 ഇലക്ട്രോൺസ് ആണ് ഫ്ലൂറിനിൽ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനും 8 ഇലക്ട്രോൺ വേണം, ഇതിനും 8 ഇലക്ട്രോൺ വേണം. സോ എന്ത് ചെയ്യാം? ഈ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും,
ഈ ഫ്ലൂറിന് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ദെൻ ദേ വിൽ ഫോം എ ബോണ്ട്, റൈറ്റ്. സോ ഈ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ആണ് പങ്കെടുക്കുന്നത്? ഒരു ഇലക്ട്രോൺ അല്ല, മീൻസ് ഒരു ഇലക്ട്രോൺ, ഈച്ച് ആറ്റം വിൽ കോൺട്രിബ്യൂട്ട് 1 ഇലക്ട്രോൺ. അങ്ങനെയാണ് ഒരു സിംഗിൾ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായി, ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ടല്ലേ, 1 2 3 4 5 6 7 8. സോ ഈ ഫ്ലൂറിന് 8 ഇലക്ട്രോൺ കിട്ടി, ഈ ഫ്ലൂറിനും 8 ഇലക്ട്രോൺ കിട്ടി. സോ ദ ബോണ്ട് വിൽ ബി ഫ്ലൂറിൻ, സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ, റൈറ്റ്. ഇനി നമുക്ക് O2 മോളിക്യൂൾ നോക്കാം. O2 ഓക്സിജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ 2 ഇലക്ട്രോൺ കൂടിയും കിട്ടിയാൽ മാത്രമേ ഈ ഓക്സിജൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. സോ എന്ത് ചെയ്യും, ഇവിടെ 2 എണ്ണം വേണം, ഇവിടെ 2 എണ്ണം വേണം. ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോണാണ്. അതായത് ഇതിന് എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 7 ആയുള്ളൂ. പക്ഷേങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഓക്സിജൻ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഷെയറിങ്ങിൽ. സോ ഈ ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺ ഷെയറിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. So it will form double bond. So it will form double bond. ഇപ്പോൾ ഒന്ന് എണ്ണി നോക്കിയേ. ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണേ. 1 2 3 4 5 6 7 8. അപ്പോൾ ഈ 2 ഓക്സിജൻ എന്ത് കിട്ടി, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. സോ ദേ വിൽ ഫോം ഡബിൾ ബോണ്ട്. ഇനി നിങ്ങളൊന്ന് N2 എഴുതി നോക്കിയേ. N2 നൈട്രജൻ, അറ്റോമിക് നമ്പർ 7. സോ വാലൻസ് ഇലക്ട്രോൺസ് 5. 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. സി 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഇലക്ട്രോൺസ് കിട്ടിയാൽ മാത്രമേ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ എന്ത് ചെയ്യും, ഓരോ നൈട്രജനും ഓരോ ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്യും. സോ ദേ വിൽ ഫോം ട്രിപ്പിൾ ബോണ്ട് അല്ലേ. നിയോൺ ഇനി ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് അല്ലേ. സോ നിയോൺ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നിൽക്കും, ഐസൊലേറ്റഡ് ആറ്റമായിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ H2O. ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഹൈഡ്രജൻ, സി H2O 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട് അല്ലേ. സോ ഓക്സിജൻ എത്ര ഇലക്ട്രോൺസ് വേണം ഒക്ടേറ്റ് കംപ്ലീറ്റ് ആവാൻ? 2 ഇലക്ട്രോൺ വേണം. 6 ഇലക്ട്രോണല്ലേ വാലൻസ് ഷെല്ലുള്ളൂ. സോ ഹൈഡ്രജൻ എന്ത് വേണം, 1 ഇലക്ട്രോൺ വേണം. 2 ഹൈഡ്രജൻ ഉണ്ട്, നടുക്കൊരു ഓക്സിജൻ ഉണ്ട്. സോ എന്ത് ചെയ്യും, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്യും, ഇവിടുന്നും ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്യും. സോ ഓക്സിജനും എന്ത് ചെയ്യും, തൻ്റെ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും ഹൈഡ്രജന് 2 സൈഡിലേക്കും. സോ ദേ വിൽ ഫോം OH സിംഗിൾ ബോണ്ട് അല്ലേ. പിന്നെ എന്ത് ചെയ്യും, ഓക്സിജൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഓക്സിജൻ ഇനി എന്തുണ്ട്, ഇത് നമ്മൾ എന്ത് പറയും, ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ബോണ്ടിൽ, ഒരു കോവാലന്റ് ബോണ്ടിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. സോ വി വിൽ സേ ദിസ് ഈസ് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഇത് ഇനിയിപ്പം ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺസ് നമ്മൾ എന്ത് പറയും, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, ഇനി CCl4 നോക്കിക്കേ. ക്ലോറിന് എന്താ, ക്ലോറിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. 4 ക്ലോറിനുണ്ട്. ഒരു ക്ലോറിന് 1 ഇലക്ട്രോൺ വേണം അല്ലേ. കാർബൺ ആണെങ്കിൽ 4 ഇലക്ട്രോൺ വേണം. സോ 4 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ക്ലോറിന് ഓരോ ഇലക്ട്രോൺ വേണം, കാർബണ് 4 ഇലക്ട്രോൺ വേണം. സോ ഈക്വലി എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ CCl4. സോ കാർബൺ 4 ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി എന്തേലും ഇലക്ട്രോൺ ബാക്കിയുണ്ടോ കാർബണിന്? ഇല്ല. 4 വാലൻസ് ഇലക്ട്രോണിലും ആ 4 വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്തു, ക്ലോറിനായിട്ട് ഷെയർ ചെയ്തു. ഇനി C2H2 നമുക്ക് ഇവിടെ എന്തുണ്ട്, കാർബൺ, ഒരു കാർബൺ 2 ഹൈഡ്രജനായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ കാർബണിൻ്റെ ഇവിടെയും 2 ഇലക്ട്രോൺ, ഇവിടെയും 2 ഇലക്ട്രോൺ. ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ ഈ കാർബണിൻ്റെ
ചുറ്റുമുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം നോക്കൂ. 1 2 3 4 5 6 7 8 8 ഇലക്ട്രോൺസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെയാണെങ്കിലും സെയിം, ഈ കാർബൺ ആണെങ്കിലും ഇവിടെ ഒരു കാർബണിന് 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 2 ഇലക്ട്രോൺ ഓരോ കാർബൺ 2 ഇലക്ട്രോൺ വെച്ച് 2 കാർബണോട് ബോണ്ട് ഫോം ചെയ്തു, അതായത് ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ഹൈഡ്രജൻ 2 ഹൈഡ്രജനാണ് ഒരു കാർബണിന് ചുറ്റുമുള്ളത്. സോ ഓരോ ഇലക്ട്രോൺ വെച്ച് കാർബണോടും ബോണ്ട് ഫോം ചെയ്തു, റൈറ്റ്. സോ CO2 ആണെങ്കിലും കാർബൺ എന്തുണ്ട്, കാർബണ് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഫർഹാന, താങ്ക് യു സോ മച്ച് മാം, കെമിക്കൽ ബോണ്ടിങ് എടുക്കുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മാക്സിമം 4 to 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, വിച്ച് മീൻസ് 16 to 20 മാർക്സ്. ഓക്കെ, സോ കാർബണിന് 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ. ഓക്സിജന് എത്ര ഇലക്ട്രോൺസ് വേണം? 2 ഇലക്ട്രോൺസ് വേണം. സോ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കാർബൺ ഈ 2 ഇലക്ട്രോൺ കാർബണിൻ്റെ, ഇവിടെ 2 ഇലക്ട്രോൺ കാർബണിൻ്റെ. സോ കാർബൺ 2 ഇലക്ട്രോൺ വെച്ച് ഒരു ഓക്സിജനോട് മ്യൂച്വൽ ഷെയറിങ് നടത്തും. സോ കാർബൺ ഡബിൾ ബോണ്ടോ, ഇവിടെയും ഡബിൾ ബോണ്ടോ. ഇവിടെ ഓക്സിജന് 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഫോർമൽ ചാർജ്. ഫോർമൽ ചാർജ് നിങ്ങളെ ടെസ്റ്റിൽ O3, അതായത് ഓസോൺ ആണ് മെയിൻലി കൊടുത്തിട്ടുള്ളത്. അതിന് മുന്നേ നമുക്കൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് മ്യൂച്വലി ഷെയർഡ് ആണെങ്കിലും ഓരോ ആറ്റത്തിനുള്ള ഫോർമൽ ചാർജ് ഉണ്ട്. അത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. സോ നമ്മൾ കണ്ടു ഓക്സിജൻ ഡബിൾ ബോണ്ടാണ് കാർബണോട് ഫോം ചെയ്യുക, CO2 അല്ലേ. സോ ഇവിടെ 1 2 3 4 5 6 7 8 അഗെയിൻ 8. സോ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. സോ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് in the atom at isolate state minus ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം അറ്റ് ഐസൊലേറ്റ് സ്റ്റേറ്റ്, അതായത് ഒരു ആ ആറ്റം ന്യൂട്രലായിരിക്കുന്ന സമയത്ത് അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടോ അതാണ് ഫസ്റ്റ് ടേം. ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റം അറ്റ് ഐസൊലേറ്റ് സ്റ്റേറ്റ് മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, അതായത് എത്ര ഇലക്ട്രോൺസ് ബോണ്ടിലൊന്നും ഫോം ചെയ്യാതെ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ഓക്സിജൻ നോക്ക്, ഓക്സിജനിൽ എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 അല്ലേ. സോ ദാറ്റ് ഈസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ഹാഫ് ഓഫ് നമ്പർ ഓഫ്
ഷെയർഡ് ഇലക്ട്രോൺസ്, അതായത് ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വി മൈനസ് എൽ മൈനസ് ഹാഫ് എസ്. നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ച് ഓർക്കാം. സി, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നോക്കുകയാണ്. ഫസ്റ്റ് കാർബണിൻ്റെ ഫോർമൽ ചാർജ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, രണ്ടും ഇക്വലൻ്റ് ഓക്സിജൻ ആണല്ലേ, സെയിം ആണ്. സി, കാർബണിൻ്റെ ഫോർമൽ ചാർജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ഫോർമൽ ചാർജ് ഓഫ് കാർബൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം അറ്റ് ഐസൊലേറ്റ് സ്റ്റേജ്, അതായത് കാർബൺ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 4 അല്ലേ, 4 മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ബോണ്ടിലൊന്നും ഫോം ചെയ്യാതെ ഇരിക്കുന്നത്? എത്രയുണ്ട്? ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഉള്ള 4 ഇലക്ട്രോൺസ് എന്താ ബോണ്ടിങ്ങിലുണ്ട്. സോ ഇറ്റ് ഈസ് 0, റൈറ്റ്. ഇനി മൈനസ് ഹാഫ് ഓഫ് നമ്പർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇവിടെ നമുക്ക് ബോണ്ടിങ് ഇലക്ട്രോൺസ് കൊടുക്കാം. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയറിങ്, അതായത് തമ്മിൽ ഷെയറിങ് നടത്തിയിട്ടുണ്ട്. സി, കാർബണിൻ്റെ ചുറ്റും നോക്കുമ്പോൾ 4 ബോണ്ട് ഉണ്ട്. 4 ബോണ്ട്, ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? 2 ഇലക്ട്രോൺ. സോ 1 ബോണ്ട് മീൻസ് ദർ ഈസ് 2 ഇലക്ട്രോൺസ്. 4 ബോണ്ട് ഉണ്ട്, വിച്ച് മീൻസ് ദർ വിൽ ബി 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺ ഉണ്ട്. So 4 minus 4, that is equal to 0. So the formal charge of carbon is 0. So നിങ്ങൾക്ക് ഓക്സിജൻ്റെ കണ്ടുപിടിക്കാം, ഇതുപോലെ ഓക്സിജൻ്റെ കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ദ ഹോംവർക്ക്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. സി, ആദ്യം നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഐസൊലേറ്റഡ് സ്റ്റേറ്റിലുള്ള വാലൻസ് ഇലക്ട്രോൺസ് നോക്കുക. ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്സിജന് 6 വാലൻസ് ഇലക്ട്രോൺ മൈനസ് എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ. 6 മൈനസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 ബോണ്ടാണ് ഫോം ചെയ്തത്, വിച്ച് മീൻസ് 4 ഇലക്ട്രോൺ, റൈറ്റ്. 6 മൈനസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു 4. സോ നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ ഞാൻ വായിച്ചല്ലോ, കുഴപ്പമില്ല. സോ നിങ്ങളത് ഓർത്ത് വയ്ക്കുക. വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇൻറ്റു മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഷെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമ്മൾ NO2 മൈനസ് നമുക്ക് നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് O3 നോക്കാം. സി, NO2 മൈനസ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇത്? സി, NO2 മൈനസ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഏതാണോ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് അതിന് നമുക്ക് സെൻട്രലായിട്ടായിട്ട് കൊടുക്കാം, നൈട്രജൻ. ബാക്കിയുള്ളത് 2 ഓക്സിജൻ. സോ ഓക്സിജന് ഇവിടെ കൊടുത്തു. അതിന് മുന്നേ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാലൻസ് ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്യുക. നൈട്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 5 വാലൻസ് ഇലക്ട്രോൺ. പ്ലസ് ഓക്സിജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്? 6 വാലൻസ് ഇലക്ട്രോൺ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ. സോ ദ വാലൻസ് ഇലക്ട്രോൺ വിൽ ബി 2 ഓക്സിജൻ കൂടെ 12 ഇലക്ട്രോൺ. ഒരു മൈനസ് ചാർജ് ഉണ്ട്, അതായത് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എഗെയിൻ 1 ഇലക്ട്രോൺ. എത്രയായി? 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 9 ഇലക്ട്രോൺ പെയർ അല്ലേ? അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സി, സോ ഇനിയിപ്പോൾ 9 ഇലക്ട്രോൺ പെയർ ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഉള്ള ഇവിടെ ഓക്സിജൻ,
അതായത് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമിനെ നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. സോ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആദ്യം സെൻട്രൽ ആറ്റം ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എഴുതുക, അതിനുശേഷം എത്ര ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, അതിനുശേഷം കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആറ്റത്തിന് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എത്രയാണോ ഉള്ളത് വെച്ചാൽ അതങ്ങ് എഴുതി കൊടുക്കുക. ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസാണ് ഉള്ളത്? 6. സോ 1 2 3 4 5 6 കൊടുക്കുകയാണേ. ഇവിടെയും കൊടുത്തു. 9 ഇലക്ട്രോൺ പെയർ മൊത്തത്തിൽ വേണം. ഇത് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഇലക്ട്രോൺ പെയറായി 1 2 3 4 5 6. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രോൺ പെയർ അല്ലേ? വിച്ച് മീൻസ് ഒരു ഇലക്ട്രോൺ പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ടും നമ്മൾ ആദ്യം കണക്കൂട്ടുക. എന്തുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു ബോണ്ട് വരച്ച് വെച്ചേ? ഒരു മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോണ്ടെങ്കിലും വേണ്ടേ? സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു മോളിക്യൂൾ കിട്ടുമ്പം തന്നെ അതിനൊരു ബോണ്ട് കൊടുക്കുക. കാരണം അത് കമ്പൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇവിടെ 6 ഇലക്ട്രോൺ പെയർസായി, 7ാമത്തെ ഇലക്ട്രോൺ പെയർ, 8ാമത്തെ ഇലക്ട്രോൺ പെയർ. സോ 9 ഇലക്ട്രോൺ പെയർ ഉണ്ട് അല്ലേ? സോ ആ ഇലക്ട്രോൺ പെയറിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്തു? നൈട്രജന് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണോ നോക്കുക. ഈ ഓക്സിജൻ നോക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ, ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെയും സെയിം ആണ്, ഈക്വലൻ്റ് ആണല്ലേ? സോ ഇതിനും ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. പക്ഷെ നമ്മൾ നൈട്രജൻ നോക്കുക. നൈട്രജന് 2 ഇലക്ട്രോൺ, 3 4 ഇലക്ട്രോൺ, 5 6 ഇലക്ട്രോൺ. പക്ഷേങ്കിൽ 2 ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തുനിന്ന് ഒരു ഇലക്ട്രോൺ പെയറിനെ റിമൂവ് ചെയ്ത് ആ ഇലക്ട്രോൺ പെയറിനെ ഇവിടെ അങ്ങ് കൊടുക്കുക. ഇപ്പം നമ്മൾ നൈട്രജൻ്റെ ഓക്സിജൻ്റെയും ഒക്ടക്റ്റ് നോക്കുക. നൈട്രജന് 1 2 3 4 5 6 7 8. ഓക്കെ, ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. ഓക്സിജനോ 1 2 3 4 5 6 7 8. സോ ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആണ്. ഇവിടെ കണ്ടുപിടിക്കുകയാണ്. ഓൾറെഡി NO2 മൈനസ് ഉണ്ടല്ലേ? സോ മൈനസ് മീൻസ് എവിടെയോ ഒരു മൈനസ് ഉണ്ട്. സോ നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നൈട്രജൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. ഇവിടെ 2 തരത്തിലുള്ള ഓക്സിജൻ ഉണ്ട്. ആദ്യം നമ്മൾ ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞു, കാരണം 2ന് സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴോ ഒരു നൈട്രജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്. അതായത് നൈട്രജനും ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ടാണ് ഇവിടെയുള്ള. ഇവിടെ നൈട്രജൻ ഓക്സിജൻ തമ്മിൽ സിംഗിൾ ബോണ്ടാണുള്ളത്. സോ മാറി. സോ ഈ ഓക്സിജൻ ഞാൻ എന്ത് കൊടുക്കുന്നു? ഇത് ഫസ്റ്റ് ഓക്സിജൻ ആണെന്ന് ഞാൻ കൊടുക്കുന്നു. ദിസ് ഈസ് ദി ഫസ്റ്റ് ഓക്സിജൻ, ദിസ് ഈസ് ദി സെക്കൻഡ് ഓക്സിജൻ. സോ നമ്മൾ ആദ്യം നൈട്രജൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. എന്താണ് ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ? നൈട്രജൻ്റെ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഐസൊലേറ്റഡ് ആറ്റത്തിലുള്ള നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ നോക്കുക. എത്രയാണ് നൈട്രജനുള്ള വാലൻസ് ഇലക്ട്രോൺ? 5. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺ ബോണ്ടിലൊന്നും പങ്കെടുക്കാതെ ഉണ്ട്. സോ 2 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. -12 ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിലുണ്ട്? നൈട്രജൻ ഇവിടെ ഒരു ബോണ്ട്, 2 3 ബോണ്ട് ടോട്ടൽ ഉണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ഈസ് 6 ഇലക്ട്രോൺസ്, റൈറ്റ്? 6 ഇലക്ട്രോൺ. ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരിക? 5 മൈനസ് 2 മൈനസ് 3. ദാറ്റ് ഈസ് 5 മൈനസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 0, റൈറ്റ്? സോ നൈട്രജൻ്റെ ഫോർമൽ ചാർജ് എന്താ? ചാർജ് ഒന്നുമില്ല, ദാറ്റ് ഈസ് 0. ഇനി നമ്മൾ ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 1 നോക്കാം. ഈ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നോക്കാം. ഇവിടെ ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഐസൊലേറ്റഡ് ആറ്റം ആണെങ്കിൽ ദാറ്റ് ഈസ് 6. പിന്നെ നോക്കേണ്ടത് എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6 6 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഈ ഇലക്ട്രോൺസ് ഒന്നും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. -12 ഇൻറ്റു എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്? ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ ചുറ്റും. വിച്ച് മീൻസ് ദർ ഈസ് 2 ഇലക്ട്രോൺസ് which is involved in bonding. 2. So എത്രയാ? 6 minus 6 0 minus 2/2, that is -1. So ഈ ഓക്സിജൻ്റെ ചാർജ് എത്രയാ? ദാറ്റ് ഈസ് -1. ഇവിടെ ഒരു മൈനസ് ചാർജ് ഇല്ലേ? വിച്ച് മീൻസ് ആ മൈനസ് ചാർജ് ആർക്കാണ് ഉള്ളത്? ഈ ഓക്സിജനാണുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. ഓക്കെ,
ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നോക്കുകയാണെങ്കിൽ 6 വാലൻസ് ഇലക്ട്രോൺ ഓക്സിജന്. എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ? 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ. എത്ര ബോണ്ട്? 2 ബോണ്ട്, അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4 × 4. 6 മൈനസ് 4 മൈനസ് 2 ദാറ്റ് ഈസ് 0. സോ ആകെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അത് ആർക്കാ ഉള്ള? ഓക്സിജനാണ് ഉള്ളത്. ഗോട്ട് ഇറ്റ്. ഇനി നമുക്ക് O3 നോക്കാം. O3യും O3ൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, NO2 മൈനസിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും O3ൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും എന്താ സെയിം ആണ്. ഞാൻ എന്തിനാ ഇതിപ്പം വായിച്ചേ? നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നോട്ട് ഉണ്ടാക്കി പഠിക്കുക. ഫോർമൽ ചാർജ് പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോവും. നിങ്ങൾ ഫോർമുലാസ് എഴുതി വയ്ക്കുക. ഓക്കെ. ഇനി O3, നമ്മൾ O3 നോക്കുകയാണെങ്കിൽ സി NO2ൻ്റെ അതേ സ്ട്രക്ചറാണല്ലേ O3. 3 ഓക്സിജൻ നമ്മളൊരു ബോണ്ട് വെച്ച്, ആദ്യം നമ്മളൊരു ബോണ്ട് വെച്ച് ഇത് നമ്മൾ ബോണ്ടഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോണ്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ചുറ്റുമുള്ള ഓക്സിജന് നമ്മൾ ഇലക്ട്രോൺസ്, അതായത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടോ ആ ഇലക്ട്രോൺസ് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കണം. അത് നമുക്കത് നോക്കാം. സി ഓക്സിജൻ, എത്ര ഓക്സിജനാണ്? 3 ഓക്സിജൻ. ഒരു ഓക്സിജന് വാലൻസ് ഇലക്ട്രോൺ 6. സോ 6 3 സർ. So 6 into 3 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. എന്തിൽ? വാലൻസ് ഇലക്ട്രോൺസ്. സോ വിച്ച് മീൻസ് 9 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്. അതായത് ബോണ്ടിങ് ഇലക്ട്രോണും നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ അടക്കം 9 ഇലക്ട്രോൺ പെയർസ് ഉണ്ടാവും, അല്ലെങ്കിൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇലക്ട്രോൺസിന്, അതായത് സറൗണ്ടിങ് ആറ്റത്തിന്, ഇവിടെ 3ഉം ഒരേ ആറ്റം അല്ലേ, സോ നമ്മൾ സറൗണ്ടിങ് ആറ്റത്തിന് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്സിജൻ 6 വാലൻസ് ഇലക്ട്രോൺ, ഇവിടെ 6 വാലൻസ് ഇലക്ട്രോൺ. സി 1 2 3 4 5 6 7 8 റൈറ്റ്. ഇവിടെയും 8. പക്ഷേങ്കിൽ നമുക്ക് മൊത്തം 9 ഇലക്ട്രോൺ പെയർസ് വേണം. സോ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ പെയർസേ ഉള്ളൂ. പക്ഷേ നമുക്ക് 9 ഇലക്ട്രോൺ പെയർ വേണം. ആ ഒരു ഇലക്ട്രോൺ പെയറിനെ ഇവിടെ കൊടുക്കാം, സെൻട്രൽ ആറ്റത്തിന് കൊടുക്കാം. റൈറ്റ്. ഈ ഓക്സിജൻ നോക്കുമ്പം ഇതിൻ്റെ വാലൻസി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. 1 2 3 4 5 6 2 ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു സറൗണ്ടിങ് ആയിട്ടിന് ഒരു ലോൺ പെയറിനെ റിമൂവ് ചെയ്ത് ആ ലോൺ പെയർ നമ്മൾ ഇവിടെ ബോണ്ടായി കൊടുക്കുക. സി നമ്മൾ നേരത്തെ വരച്ച അതേ NO2 മൈനസിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയല്ലേ, സെയിം. സോ ഇനി നമുക്കിവിടെ എന്തുണ്ട്? 3 ടൈപ്പ് ഓഫ് ഓക്സിജൻ ഉണ്ട് അല്ലേ, 3 തരത്തിലാണുള്ളത്. സോ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഓക്സിജൻ, ദിസ് ഈസ് സെക്കൻഡ് ഓക്സിജൻ, ദിസ് ഈസ് തേർഡ് ഓക്സിജൻ. റൈറ്റ്. സോ നമ്മൾ അതിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളതിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പോവാം. സോ ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 1, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 6, നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് 2. എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഫോം ചെയ്തിട്ടുണ്ട്? അതായത് ബോണ്ടിങ് ഇലക്ട്രോൺ 1 2 3 ബോണ്ട് ഉണ്ട്, വിച്ച് മീൻസ് 6 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. 6 മൈനസ് 2 മൈനസ് 3 പ്ലസ് 1 പ്ലസ് 1. 6 മൈനസ് 2 മൈനസ് 3 6 മൈനസ് 5. നെക്സ്റ്റ് ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 2. ഈ ഓക്സിജൻ, അതായത് ഇവിടെയുള്ള ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1 ആണ്. രണ്ടാമത്തെ ഓക്സിജൻ്റെ ചാർജ് എത്ര? ഫോർമൽ ചാർജ് എത്ര? നമുക്ക് നോക്കാം. 6 ഇലക്ട്രോൺ വാലൻസിലുണ്ട്, വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് ½ ഇൻറ്റു
എത്ര ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്? 2 ബോണ്ട് ഉണ്ട്, വിച്ച് മീൻസ് 4 ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് ഇൻ ദ ബോണ്ട് അല്ലേ? സോ 4. സോ 6 minus 4 minus 2 that is 6 minus 6 0. സോ ഇതിനെന്തില്ല? ചാർജ് ഇല്ല, ദാറ്റ് ഈസ് 0. ഇനി നമുക്ക് മൂന്നാമത്തെ ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാലൻസ് ഇലക്ട്രോൺ 6. എത്ര ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ഉണ്ട്? അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 6 ഇലക്ട്രോൺ. 1 2 3 4 5 6. നോൺ ബോണ്ടിങ്ങിൽ 6 ഉണ്ട്. എത്ര ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ബോണ്ടാണ് ഉള്ളത്, വിച്ച് മീൻസ് 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദ ബോണ്ട്. എന്താ ഇത്? 6 minus 6 0 minus 1. സോ ഇവിടെ ഒരു +1 ആയി, ഇവിടെ ഒരു -1 ആയി. ഇതിൻ്റെ ചാർജ് 0. +1 -1 ന്യൂട്രൽ അല്ലേ? സോ ഫോർമൽ ചാർജ് ഓഫ് O3 നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, O3ൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും NO2 മൈനസിൻ്റെ സ്ട്രക്ചർ ആണെങ്കിലും സിമിലർ ആണ്, അതായത് സെയിം ആണ് അത് സ്ട്രക്ചർ. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇത്രയും നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിലൊന്ന് അറിയിച്ച് നോക്കട്ടെ. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ഒരു വാട്ടർ ബ്രേക്ക് എടുക്കുക. നമുക്ക് ബുദ്ധി നല്ലവണ്ണം, അതായത് നമുക്ക് പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് തലയിൽ കയറണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം, നമ്മളെ തന്നെ തണുപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തല ചൂടായിപ്പോവും. ഓക്കെ, ഇത്ര വരെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ലിമിറ്റേഷൻ ഓഫ് ഒക്ടെറ്റ് റൂൾ. ഒക്ടെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. പക്ഷേങ്കിൽ ഹൈഡ്രജൻ നോക്ക്, ഹൈഡ്രജനിൽ 8 ഇലക്ട്രോൺ അല്ല, 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അത് ഹൈഡ്രജൻ, അതായത് H2 മോളിക്യൂള് സ്റ്റെബിലൈസ് ആവണമെങ്കിൽ അതിൻ്റെ ഒരു ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വേണം, വിച്ച് ഈസ് ഡുപ്ലെറ്റ്. സോ ലിമിറ്റേഷൻ ഓഫ് ഒക്ടെറ്റ് റൂൾ പറയുകയാണെങ്കിൽ the first limitation is incomplete octet എന്ത് ചെയ്തിട്ടില്ല? ഒക്ടെറ്റ് റൂളിന് പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് മോളിക്യൂൾസിന് എന്തുണ്ട്? ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോളിക്യൂളായിട്ട് നിൽക്കൂ, അല്ലെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നൊന്നും ഇല്ല. അതായത് ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ് ഉള്ള മോളിക്യൂൾസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല? ഒക്ടെറ്റ് റൂളിന് പറയാൻ പറ്റിയിട്ടില്ല. സോ ദ സെക്കൻഡ് വൺ ഈസ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. അതായത് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ സ്റ്റെബിലിറ്റിനെ കുറിച്ചോ ബോണ്ടിങ്ങിനെ കുറിച്ചോ ഒക്ടെറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ് പറഞ്ഞു, അതുപോലെ എക്സ്പാൻഡഡ് ഒക്ടെറ്റും ഉണ്ട്. സോ എക്സ്പാൻഡഡ് ഒക്ടെറ്റ്, അതായത് വാലൻസ് ഷെല്ലിൽ 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളതും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല? ഒക്ടെറ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻകംപ്ലീറ്റ് ഒക്ടെറ്റ് BeCl2 അല്ലെങ്കിൽ ബെറീലിയം BeH2. ബെറീലിയത്തിന് എത്ര ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്? 2 ഇലക്ട്രോൺ. അതിൻ്റെ അറ്റോമിക് നമ്പർ 4 ആണ്, 2 2. അതായത് 2 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. ബെറീലിയം 2 ഇലക്ട്രോൺ വാലൻസ് ഷെല്ലുണ്ട്, ഹൈഡ്രജനുണ്ട്, ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഈ ബോറോൺ ബെറീലിയം എന്ത് ചെയ്യും? 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്തിട്ട് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. സോ ഈ ബെറീലിയത്തിന് ചുറ്റും നോക്കുമ്പോൾ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 4 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒക്ടെറ്റ് കംപ്ലീറ്റ് ആണോ? അല്ല. ബെറീലിയം ക്ലോറൈഡ് ആണെങ്കിലും സെയിം, 2 ക്ലോറിൻ ഉണ്ട്. ബെറീലിയത്തിനുള്ള 2 ഇലക്ട്രോൺസ് ബെറീലിയം 2 ക്ലോറിനും ഈക്വലി ഷെയർ ചെയ്തു. സോ അതിൻ്റെ ചുറ്റും എന്താ? എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 4 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ.
റൈറ്റ്. സോ ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റും ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല? ഒക്ടക്റ്റ് റൂളിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സി ALCL3 നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, അതും ഇൻകംപ്ലീറ്റ് ഒക്ടക്റ്റ് ആണ്. ഓക്കെ. ഇനി ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു NO2 മൈനസ് അല്ലേ. ഇപ്പം NO2 ആണെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? ഇതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് കൗണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നൈട്രജന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത്? 5 വാലൻസ് ഇലക്ട്രോൺ. ഓക്സിജന് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്? 6 വാലൻസ് ഇലക്ട്രോൺ. അതായത് 2 ഓക്സിജൻ ഉണ്ട്. സോ 12 വാലൻസ് ഇലക്ട്രോൺ. 17 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. വിച്ച് മീൻസ് അതൊരു ഓഡ് നമ്പർ അല്ലേ. നമ്മൾ നോക്കാം, നമുക്ക് NO2 വരച്ച് നോക്കാം. നമ്മൾ പറഞ്ഞു ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് നമ്മൾ സെൻട്രലി പ്ലേസ്ഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ, അതായത് കൂടുതലായിട്ടുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു ബോണ്ട് കൊടുത്തു. ഇവിടെ 17 ഇലക്ട്രോൺസ് ആണല്ലേ. വിച്ച് മീൻസ് 16 ആണെങ്കിൽ 8 ഇലക്ട്രോൺ പെയർ വേണം. 18 ആണെങ്കിൽ 9 ഇലക്ട്രോൺ പെയർ വേണം. പക്ഷേങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 8 ഇലക്ട്രോൺ പെയറും പ്ലസ് ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ടാവും. നമുക്ക് ചെയ്ത് നോക്കാം. നൈട്രജൻ ഇവിടെ ഉണ്ട്, ഓക്സിജൻ. സോ സറൗണ്ടിങ് ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിന് എന്ത് ചെയ്യണം? അതിൻ്റെ എത്രയാണോ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഐസൊലേറ്റഡ് ആയിട്ടുണ്ടാകുമ്പോൾ ആ ഇലക്ട്രോൺസ് അങ്ങ് കൊടുക്കുക. 1 2 3 4 5 6. എഗെയിൻ ഇവിടെ 1 2 3 4 5 6. നോക്കൂ, 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ പെയർ ഓൾറെഡി ആയി. ഇലക്ട്രോൺ പെയർ ആണേ. ഇലക്ട്രോൺ പെയർ എന്ന് പറയുമ്പോൾ 16 ഇലക്ട്രോൺ ആണെങ്കിൽ 8 ഇലക്ട്രോൺ പെയർ. 2 ഇലക്ട്രോണിനാണ് 1 ഇലക്ട്രോൺ പെയർ എന്ന് പറയാം. സോ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ പെയറായി. പക്ഷേങ്കിൽ നോക്കും 16 ഇലക്ട്രോണല്ലേ ഇൻവോൾവ് ആയിട്ടുള്ളൂ, 1 ഇലക്ട്രോൺ ഇല്ലേ. സോ 1 ഇലക്ട്രോൺ എന്ത് കൊടുത്തു? നൈട്രജന് കൊടുത്തു. ഇതൊരു ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് അല്ലേ. സോ ഈ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല? ഒക്ടറ്റ് റൂളിന് പറയാൻ പറ്റിയിട്ടില്ല. ഇനി എക്സ്പാൻഡഡ് ഒക്ടറ്റ് PF5. നോക്ക്, ഫോസ്ഫറസ് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാ? നൈട്രജൻ ഫോസ്ഫറസ് അല്ലേ. നൈട്രജൻ ഗ്രൂപ്പ് 15ാമത്തെ ഗ്രൂപ്പ്. സോ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? ഫോസ്ഫറസിന് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. 5 ഫ്ലൂറിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 5 ഫ്ലൂറിനുണ്ട്. ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോൺ വെച്ച് ഷെയറിങ് നടക്കും. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, ഇവിടെ ഒരു ബോണ്ട്. അല്ലേ. സോ ഈ ഫോസ്ഫറസിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇപ്പോൾ 5 ബോണ്ട് ഉണ്ട്. അതിനർത്ഥം 5 × 2 10 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഒക്ടറ്റ് എക്സീഡ് ആയില്ലേ. അതായത് 8 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിൽ വേണ്ടതെന്നാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. പക്ഷേങ്കിൽ എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉള്ള മോളിക്യൂൾസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് ആർക്ക് പറയാൻ പറ്റിയിട്ടില്ല? ഒക്ടറ്റ് റൂളിന് പറയാൻ പറ്റില്ല. ഈ 3 പോയിന്റ്സ് നിങ്ങൾ ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് അയണിക് ബോണ്ട്. നമ്മൾ അയണിക് ബോണ്ടിന് ഒന്ന് ഡെപ്തിലേക്ക് ഇറങ്ങി പോവാണ്. ഓക്കെ. സോ അയോണിക് ബോണ്ട് എന്താണ്? അയോണിക് ബോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 ആറ്റം തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അതായത് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് നടക്കണം. അതായത് ഒരു ആറ്റം ഇലക്ട്രോൺ ലൂസ് ചെയ്യണം, മറ്റേ ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റും ചെയ്യണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒരു എ എന്ന് പറഞ്ഞൊരു ആറ്റം എടുത്ത് ബി എന്ന് പറഞ്ഞൊരു ആറ്റം എടുത്ത് എക്ക് എന്ത് ചെയ്യുക? എക്ക് ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ തന്നെ അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുക. സോ അതിന് എന്ത് ചെയ്യും? ഒരു ടെൻഡൻസി ഉണ്ടാവും, ആ ഇലക്ട്രോൺ അങ്ങ് കൊടുത്തേക്കാം.
അല്ലേ? അപ്പം മറ്റൊരു ആറ്റം ഒക്ടേറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ എനിക്ക് വേണ്ടൂ. സോ അതിനൊരു ആഗ്രഹം ഉണ്ടാവും, എനിക്കൊരു ഇലക്ട്രോൺ പെട്ടെന്ന് വേണം എന്നുള്ളത്. റൈറ്റ്. സോ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് എന്താവും? കാറ്റോണായി മാറും. ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് മറ്റേ ആറ്റം എന്തായിട്ട് മാറും? ആനിയോണായിട്ട് മാറും. സോ പോസിറ്റീവ് നെഗറ്റീവ് ദർ ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് രണ്ടും എന്ത് ചെയ്യും? അയണിക് ബോണ്ട് ഫോം ചെയ്യും. റൈറ്റ്. സോ വെൻ എ ബോണ്ട് ഈസ് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു അനദർ ഈസ് കോൾഡ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്നും പറയും. ഓക്കെ. സി ജനറലി മെറ്റൽസ് എന്ത് ചെയ്യും? മെറ്റൽസിന് എന്ത് ടെൻഡൻസിയാണ് ഉണ്ടാവുക? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണോ? ഒന്ന് പെട്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ നോക്കട്ടെ. മെറ്റൽസിന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഉണ്ടാവുക, ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണോ ഉണ്ടാവുക? സി മെറ്റൽസ് എന്താണ്? മെറ്റൽസ് പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ നോക്കും അല്ലേ? പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ശ്രമിക്കും. അങ്ങനെ എന്തായിട്ട് മാറും? കാറ്റോൺ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കൂടുതലല്ലേ? അല്ലേ? റൈറ്റ്. സോ നോൺ മെറ്റൽസ് എന്ത് ചെയ്യും? നോൺ മെറ്റൽസ് ജനറലി ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഗെയിൻ ചെയ്ത് എന്തിലേക്ക് മാറും? ആനിയോൺ ആയിട്ട് മാറും. സോ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എലമെൻറ്റ്സിന് ജനറലി ഇലക്ട്രോൺ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയും നോൺ മെറ്റൽസിന് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയും ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക അല്ലേ? നിങ്ങളെ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്താ? മെറ്റൽസ് ആണ്. സോ അത് ജനറലി ഇലക്ട്രോൺസ് ലൂസ് ചെയ്യും. ബാക്കിയുള്ള 13 to 18 ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് എന്ത് ചെയ്യും? നോൺ മെറ്റൽസ് ആണ്. അത് ജനറലി ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ NaCl എടുക്കുകയാണ്. NaCl ഇതൊരു അയോണിക് കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാം, വിശ്വസിക്കുന്നു. സി ഫസ്റ്റ് എന്ത് ചെയ്യണം? സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയത്തിൽ നിന്ന് എങ്ങനെയാണ് NaCl ഫോം ചെയ്യുന്നത്? സോഡിയം പ്ലസ് അയോൺ ഫോം ചെയ്യും, ക്ലോറിൻ മൈനസ് അയോൺ ഫോം ചെയ്യും അല്ലേ? അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സി സോഡിയം ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സോഡിയത്തിന് 281 എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ. സോ 1 ഇലക്ട്രോൺ ലൂസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള അതായത് നിയറസ്റ്റ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടും. സോ നമുക്ക് ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കുറച്ചൊരു എനർജി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഐ തിങ്ക് യു നോ ദാറ്റ് അയണൈസേഷൻ എനർജി. സോ എന്താണ് അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി ഈസ് ദ എനർജി റിക്വയർഡ് ഓർ പ്രൊവൈഡഡ് ടു റിമൂവ് the loosely bounded atom from a loosely bounded isolated atom, gaseous atom. See, അതായത് അതൊരു ഗ്യാഷ്യസ് ആറ്റം, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗ്യാഷ്യസ് ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ നിന്ന് നമുക്കൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി. സോ സോഡിയത്തിൻ്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അയണൈസേഷൻ എനർജി, ഒരു എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ എനർജീനെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് സോഡിയം പോസിറ്റീവ് അയോണായിട്ട് മാറും, ഒരു ഇലക്ട്രോൺ റിമൂവ് ആവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഇലക്ട്രോൺ, അതായത് പോസിറ്റീവ് ചാർജ് സോഡിയത്തിന് വന്നത്? സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക്, അതായത് അറ്റോമിക് നമ്പർ എത്രയാണ്? 11. വിച്ച് മീൻസ് അവിടെ 11 പ്രോട്ടോണും ഉണ്ട്, 11 ഇലക്ട്രോണും ഉണ്ട്. അതുകൊണ്ടല്ലേ ആ ആറ്റം ന്യൂട്രലായിട്ട് നിൽക്കുന്നത്. നമ്മൾ അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങ് എടുത്ത്, അതായത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്തെന്ന് വിചാരിക്കാം. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത സമയത്ത് അവിടെ 10 ഇലക്ട്രോണും 11 പ്രോട്ടോണുമായി. എന്താണ് ഡോമിനേറ്റ് ചെയ്ത് കിടക്കുന്നത്? ഏത് ചാർജാണ് ഡോമിനേറ്റ് ചെയ്ത് കിടക്കുന്നത്? 10 ഇലക്ട്രോൺ, 10 നെഗറ്റീവ് ചാർജും 11 പോസിറ്റീവ് ചാർജും. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഡോമിനേറ്റ് ചെയ്ത് കിടക്കുകയല്ലേ? അതാണ് ഇവിടെ ഈ പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഇലക്ട്രോൺ റിമൂവായി പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജാണ് ഡോമിനേറ്റ് ചെയ്ത് കിടക്കുന്നത്.
ഇനി നമ്മൾ ക്ലോറിൻ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ക്ലോറിന് എന്ത് വേണം? 287, അതായത് ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ തന്നെ പെട്ടെന്ന് അതായത് ഒക്ടറ്റിലേക്ക് മാറും, റൈറ്റ്. സോ ഇതിനെന്തുണ്ടാവും? ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു ഇലക്ട്രോണിനെ വേണം. സോ എവിടെയെങ്കിലും ഒരു ഇലക്ട്രോൺ കാണുമ്പോൾ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? അങ്ങ് എടുക്കും. സോ ഈ ഇലക്ട്രോൺ, സോഡിയത്തിന് റിമൂവ് ചെയ്ത ഇലക്ട്രോൺ എന്ത് ചെയ്യും? ക്ലോറിൻ എടുക്കും. സോ ക്ലോറിൻ എന്തായിട്ട് മാറും? മൈനസ് ആനിയോണായിട്ട് കൺവേർട്ട് ചെയ്യും, എനർജി റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന എനർജി നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കും. അതായത് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് എന്ത് വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ റിലീസാണ്, സോ ദ ചാർജ് വിൽ ബി മൈനസ്. അതായത് നമ്മൾ എനർജി റിലീസ് ആവുന്നു എന്ന് എങ്ങനെ ഡിനോട്ട് ചെയ്യും? നെഗറ്റീവ് ചാർജ് വെച്ച് ഡിനോട്ട് ചെയ്യും. സോ പോസിറ്റീവ്, അതായത് അയണൈസേഷൻ എൻതാൽപ്പി എന്താ? പോസിറ്റീവാണ്, വിച്ച് മീൻസ് വി ആർ പ്രൊവൈഡിങ് ദ എനർജി, സോ ദ ചാർജ് ഈസ് പോസിറ്റീവ്. എനർജി റിലീസാണെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? അതായത് നെഗറ്റീവ്, അതായത് എക്സോതെർമിക് ആണ് റിയാക്ഷൻ. എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. സോ ആ എനർജി റിലീസ് ആവുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്യും? നെഗറ്റീവ് ചാർജ് വെച്ച് ഡിനോട്ട് ചെയ്യും. സോ അയണൈസേഷൻ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. എക്സെപ്ഷൻ ഉള്ളത്, അതായത് എക്സെപ്ഷൻ അല്ല, വിച്ച് മീൻസ് നമ്മൾ നിയോൺ, അതായത് നിയോൺ മീൻസ് ഇനേർട്ട് ഗ്യാസിന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഒക്ടേറ്റ് കംപ്ലീറ്റ് ആണ്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. നിയോൺ എടുത്തോ, നിയോണിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പം നമ്മൾ നിർബന്ധിച്ച് ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സൈഡിൽ നിന്ന് ഒരു പുഷ് ഇടണം, അല്ലെങ്കിൽ നമ്മളൊരു എഫേർട്ട് ഇടണം, ഒരു എനർജി ഇടണം. സോ ഇനേർട്ട് ഗ്യാസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ കുറച്ച് എനർജി, അതായത് നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ ഇനേർട്ട് ഗ്യാസ് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത കേസസിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ആവും. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. സോ എന്തായാലും നമുക്ക് പോസിറ്റീവ് അയോണും കിട്ടി, നെഗറ്റീവ് അയോണും കിട്ടി. സോ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലേ? സോ എന്ത് ചെയ്യും? Na പ്ലസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള കാറ്റയോണും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആനയോണും കമ്പൈൻ ചെയ്തിട്ട് എന്താവും? NaCl ആവും, ദാറ്റ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, പ്ലസ് സം എനർജി ഈസ് റിലീസ്ഡ്. സി നെഗറ്റീവും പോസിറ്റീവും പെട്ടെന്ന് അങ്ങനെ അട്രാക്റ്റ് ചെയ്യില്ലേ, അല്ലേ? അട്രാക്റ്റ് ചെയ്ത് പോസിറ്റീവിനെ നെഗറ്റീവോട് അട്രാക്റ്റ് ചെയ്യാനുള്ള ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്സ്. സോ പോസിറ്റീവും നെഗറ്റീവിനോട് അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് അട്രാക്റ്റ് ചെയ്യും. സോ അവർ ഹാപ്പിയായി അവർ എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. പെട്ടെന്ന്, അതായത് പോസിറ്റീവും നെഗറ്റീവും പെട്ടെന്ന് വന്ന്, അതായത് ഓൾറെഡി ഇതിന് രണ്ടിനും എന്തുണ്ട്? ഒന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരു ബോണ്ട് ഫോം ചെയ്യണം, അല്ലേ? സോ പോസിറ്റീവും നെഗറ്റീവും പെട്ടെന്ന് വന്ന് അട്രാക്റ്റ് ചെയ്യുന്നു, അവരൊരു ഹാപ്പി ഹോർമോൺ റിലീസ് ആവുന്നു, അല്ലെങ്കിൽ എനർജി റിലീസ് ആവുന്നു എന്ന് വിചാരിക്കാം. സോ നമ്മൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി പ്രൊവൈഡ് ചെയ്യണം. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ആനോണായി മാറുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. സോ പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്യും? കാറ്റയോണും ആനയോണും കമ്പൈൻ ചെയ്ത് NaCl സോളിഡ് ആകുമ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ആവുന്നു. ദിസ് എനർജി ഈസ് കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. ഇത് നമ്മൾ എന്ത് പറയും? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, വിച്ച് മീൻസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ആനയോണും ഒരു കാറ്റയോണും കമ്പൈൻ ചെയ്ത് 1 മോൾ ഓഫ് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് എന്ത് പറയാം? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയാം. ഓക്കെ, സോ കണ്ടീഷൻസ് ഫോർ സ്റ്റേബിൾ അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് സ്റ്റേബിൾ ആവണമെങ്കിൽ 3 കണ്ടീഷൻസ്, അതായത് 3 ഫേവറബിൾ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് കാറ്റയോൺ ഫോമിങ് ആറ്റം ഷുഡ് ബി ലോ. അതായത് നമുക്ക് കുറച്ച്
ഇത്തിരി എനർജി കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് കാറ്റയോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലേ ഉള്ളൂ. ഇപ്പം സോഡിയത്തിന് എന്താ ഉണ്ടായേ? 281 ആയിരുന്നു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ തന്നെ എന്തുണ്ട്? പെട്ടെന്ന് ഒക്ടേറ്റ് കിട്ടും, റൈറ്റ്. സോ അതിനും ആ ഒരു ആഗ്രഹം ഉണ്ടാവും, പെട്ടെന്ന് ഒരു ഇലക്ട്രോൺ കൊടുത്താൽ തന്നെ ഒക്ടേറ്റ് കിട്ടും. സോ നമുക്ക് ഇത്തിരി എനർജി മാത്രമേ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ. സോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഈ ആറ്റം എന്ത് ചെയ്യും? കാറ്റയോണായി മാറും, റൈറ്റ്. സോ ഇഫ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി കാറ്റയോൺ ഫോമിങ് ആറ്റം ഈസ് low, which means it is more favorable to form the cation and it is more favorable to form the ionic bond. അല്ലേ? സോ നമ്മൾ കാറ്റയോണിൻ്റെ കേസ് നോക്കി. ഇനിയിപ്പോൾ ആനയോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ആനയോൺ ഫോമിങ് ആറ്റം ഷുഡ് ബി ഹൈ. അതായത് ആനയോൺ ഫോം ചെയ്യുന്ന ആറ്റത്തിന് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായിരിക്കണം. അതായത് എനിക്ക് ആ ഇലക്ട്രോണിനെ വേണം എന്നുള്ള ഒരു നിർബന്ധബുദ്ധി, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോണിനെ എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം, ആവേശമൊക്കെ എന്തായിരിക്കണം? ആ ആറ്റത്തിന് കൂടുതലായിരിക്കണം. സോ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദി ആനിയോൺ ഫോമിങ് ആറ്റം ഷുഡ് ബി ഹൈ. സോ അതിന് ഒരു ഇലക്ട്രോണിന് വേണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതലായിരിക്കണം. കാറ്റയോണിൻ്റെ കേസിലാണെങ്കിലോ ആ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള ആഗ്രഹം അതിന് കൂടുതലായിരിക്കണം. സോ അതിന് പെട്ടെന്ന് വിട്ടുകൊടുക്കും. ആനിയോൺ ഫോമിങ് ആറ്റാണെങ്കിൽ പെട്ടെന്നങ്ങ് ആ ഇലക്ട്രോണിനെ എടുക്കും. സോ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് ദി ആനിയോൺ ഫോമിങ് ആറ്റം ഷുഡ് ബി ഹൈ. ഇൻ തേർഡ് വൺ, ലാറ്റിസ് എൻതാൽപ്പി ഷുഡ് ബി ഹൈ. ലാറ്റിസ് എൻതാൽപ്പി നമ്മൾ പറഞ്ഞു, ഒരു ആനയോണും ഒരു കാറ്റയോണും കമ്പൈൻ ചെയ്ത് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. സി ഇവിടെ 1 mole ഓഫ് സോഡിയം അയോൺ 1 mole ഓഫ് ക്ലോറിൻ അയോൺ കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി? 1 mole ഓഫ് NaCl സോളിഡ് അല്ലെങ്കിൽ NaCl അയോണിക് കോമ്പൗണ്ട് ഉണ്ടായി. ആ സമയത്ത് കുറച്ച് എനർജി റിലീസാവും. ഈ എനർജി എന്ന് പറയുന്നതാണ് ലാറ്റിസ് എൻതാൽപ്പി. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാറ്റിസ് എൻതാൽപ്പി കൂടുതലാണെങ്കിൽ അതിനർത്ഥം ആ ബോണ്ട് സ്ട്രോങ് ആണ്, റൈറ്റ്. ലാറ്റിസ് എൻതാൽപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് എനർജി ഇവിടെ റിലീസ് ആവുകയാണ്, വിച്ച് മീൻസ് NaCl ഫോം ചെയ്യുമ്പം റിലീസ് ചെയ്യുന്ന എനർജി -787 kJ/mol ആണ്. നിങ്ങൾ NCERT-ൽ ഈ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് റിലീസ്, അതായത് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പം റിലീസ് ആവുന്ന എനർജി എന്ന് പറയുന്നത് -787 kJ/mol ആണ്. വിച്ച് മീൻസ് നെഗറ്റീവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ? എനർജി റിലീസ് ആവുകയാണ്. സോ ദിസ് മാഗ്നിറ്റ്യൂഡ്, ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാറ്റിസ് എൻതാൽപ്പി. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലാറ്റിസ് എൻതാൽപ്പി കൂടുന്തോറും അതിനർത്ഥം ഇവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആണ്. ബോണ്ട് സ്ട്രോങ് ആണെങ്കിൽ എന്താ? സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. വിച്ച് മീൻസ് ഇഫ് ദ ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഹൈ, ദ സ്റ്റെബിലിറ്റി ഓഫ് ദാറ്റ് അയോണിക് കോമ്പൗണ്ട് വിൽ ബി ഹൈ. ഓക്കെ, സോ അത് ഓർത്ത് വെക്കുക. ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആകുമ്പോൾ അതിനർത്ഥം അവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. അതിൻ്റെ ആ മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ ആ അയോണിക് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയും ഹൈ ആയിരിക്കും. സോ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി ഡീറ്റെയിൽ ആയിട്ടും നോക്കുകയാണ്. ലാറ്റിസ് എൻതാൽപ്പി, ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് എ സോളിഡ് അയോണിക് കോമ്പൗണ്ട് ഇൻ ടു ഗ്യാഷ്യസ് കോൺസ്റ്റുവൻറ്റ് അയോൺസ്. തൊട്ട് മുൻപേ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഒരു ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു കാറ്റയോണും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ആനയോണും കമ്പൈൻ ചെയ്ത് 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണെന്ത്? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു. ഈ കേസിൽ ഞാൻ എന്താ പറഞ്ഞത്? അതായത് ഒരു ആനയോണും കാറ്റയോണും കമ്പൈൻ ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഈ ഫോം ചെയ്ത NaCl സോളിഡ് ഉണ്ടല്ലോ, ഈ സോളിഡിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് അയോൺസ് ആയിട്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എനർജി പ്രൊവൈഡ് ചെയ്യണം? അതുതന്നെയാണ്, എത്രയാണോ റിലീസ് ചെയ്യുന്നത് അത്ര തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ തന്നെ ആ ബോണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സി, NaCl സോളിഡാണ്. സോ 1 mole ഓഫ് സോളിഡ് അയോണിക് കോമ്പൗണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട്, ഇവിടെ ഇതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഗ്യാഷ്യസ് അയോണായിട്ട് മാറ്റണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് we have to provide some energy, that is lattice
എൻതാൽപ്പി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു അയണിക് കോമ്പൗണ്ടിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻറ്റ് അയോൺസ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എത്ര എനർജി പ്രൊവൈഡ് ചെയ്യണം? ദാറ്റ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി. So the energy required to completely separate 1 mole of solid ionic compound into its gaseous constant ions. Okay. So lattice enthalpy is directly proportional to stability. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു lattice enthalpy, the magnitude, if the magnitude of lattice enthalpy is high, which means the bond will be more stronger. If the bond is more stronger, the stability of that ionic compound will be high, right? ലാറ്റിസ് എൻതാൽപ്പി കൂടുന്തോറും എന്ത് ചെയ്യും? ആ അയണിക് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടും. സോ നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലാറ്റിസ് എൻതാൽപ്പി. സി ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് ദി അയോൺ and inversely proportional to the size of the ion. See, lattice enthalpy is directly proportional to charge. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് NaCl MgO ഇത് രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സി ലാറ്റിസ് എൻതാൽപ്പിയും ചാർജ് അതായത് സോഡിയം അയോൺ ഇതിൻ്റെ +-1 +2 -2. സോ ചാർജ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ സൈസ് കുറയും. സൈസ് കുറവാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കൂടും. ചാർജ് ഓഫ് ദ അയോൺ കൂടുതലാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പിയും കൂടും. ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി കൂടുതൽ മഗ്നീഷ്യം ഓക്സൈഡിനാണ്. വൈ? മഗ്നീഷ്യത്തിൻ്റെ ചാർജ് എന്താ? +2, ഓക്സിജൻ എന്താ? -2. ഇവിടെ സോഡിയം +1, ക്ലോറിൻ -1. സോ ഇനി ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിലോ നമുക്കറിയാം എലോങ് ദ പീരിയഡ് ദ സൈസ് ഈസ് ഡിക്രീസിങ്, ഡൗൺ ദ ഗ്രൂപ്പ് ദി സൈസ് ഈസ് ഇൻക്രീസിങ്. സോ സോഡിയം മഗ്നീഷ്യം, സോഡിയം കഴിഞ്ഞ് സോഡിയം 11, മഗ്നീഷ്യം ഈസ് 12. സോ അതേ സീരീസിലാണ് അല്ലേ. സോ സോഡിയം കഴിഞ്ഞാണ് മഗ്നീഷ്യം വരുന്നത്. സോ ദ സൈസ് ഓഫ് ദ മഗ്നീഷ്യം വിൽ ബി ലെസ്സർ. ചാർജ് നോക്കുകയാണെങ്കിലും ഒരു യൂണിറ്റ് ചാർജ് ആർക്ക് കൂടുതലാണ്? മഗ്നീഷ്യത്തിന് കൂടുതലാണ്. സോ ദ ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സൈസ്. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ഇത് നോക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കമ്പയർ ചെയ്യുന്ന സമയത്ത് സി ഇവിടെയൊക്കെ -1 ആണ്, which means -+1 will be the charge of cation, -1 will be the charge of anion അല്ലേ. ഇവിടെ എല്ലാം എന്താ? ചാർജൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് നോക്കണം? സൈസിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇത് കോൺസ്റ്റൻ്റ് ആണല്ലേ. സോ അത് വിട്ടേക്ക്. സൈസ് നോക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം സെയിം ഗ്രൂപ്പിലുള്ളതാണ്. ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഈസ് ഇൻക്രീസിങ്, റൈറ്റ്. സോ ഏതിനാണ് ഏറ്റവും കുറവ് സൈസ് അതിൻ്റെ ആയിരിക്കും ലാറ്റിസ് എൻതാൽപ്പി കൂടുതലുണ്ടാവുക. ആർക്കാണ് സൈസ് കുറവ്? ലിഥിയത്തിനല്ലേ. ലിഥിയത്തിൻ്റെ സൈസല്ലേ കുറവ്. സോ സൈസ് കുറവാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി കൂടുതലായിരിക്കും. സോ ഇതായിരിക്കും ലാറ്റിസ് എൻതാൽപ്പി ഓർഡർ എന്ന് പറയാം. കാരണം ലിഥിയത്തിൻ്റെ സൈസാണ് ഏറ്റവും കുറവ്, റുബീഡിയത്തിൻ്റെ സൈസാണ് ഏറ്റവും കൂടുതൽ. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ പറയുന്നത് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഹൈഡ്രേഷൻ എൻതാൽപ്പി നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി? ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ 1 mole of ionic compound is dissolved in water and converted into constituent ions. സി നമ്മൾ NaCl എന്ത് ചെയ്യുക? വാട്ടറിലങ്ങ് ഡിസോൾവ് ചെയ്യിക്കുക. ആ സമയത്ത് ഇത് സോളിഡാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ? Na പ്ലസ് അക്വസ്, അതായത് ഈ അയോൺസ് വാട്ടറിൽ എന്താണ്? ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ സോളിഡ് ഡിസോസിയേറ്റ് ചെയ്ത് അയോൺസായി മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെ അക്വസ് എന്ന് കാണുന്നില്ലേ, അതായത് വാട്ടർ മോളിക്യൂൾസ് അതിന് സറൗണ്ടഡ് ആയിട്ട് ഉണ്ട്. അതായത് ഈ മോളിക്യൂൾസിന് ചുറ്റും എന്തുണ്ട്? വാട്ടർ മോളിക്യൂൾസ്. ഈ ആറ്റത്തിന്, ഈ അയോണിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ്
വന്ന് അള്ളിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറയാം. മീൻസ് അതിന് ചുറ്റും സറൗണ്ടഡ് ആയിട്ട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സി ഇവിടെ അയോൺസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. നമുക്കറിയാം വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ പോളാർ സോൾവെൻ്റ് എന്ന് പറയാം. സി ഇവിടെ സോഡിയം അയോൺ, സി വാട്ടർ. ഇതെന്താ ഇവിടെ ഏത് ആറ്റമാണ് മോർ നെഗറ്റീവ്? ഓക്സിജൻ അല്ലേ. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ കൊവാലൻ്റ് ബോണ്ടിൽ ഉള്ള ഇലക്ട്രോൺസിനെ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം എന്ത് ചെയ്യും? അതിൻ്റെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിക്കും അല്ലേ. സോ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഓക്സിജൻ്റെ അടുത്തേക്കായിരിക്കും പോകാൻ ശ്രമിക്കുക. ഇതും ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഡ്രാഗ് ചെയ്യും. സോ ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ എന്തായും? ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആർക്ക് കിട്ടും? ഓക്സിജന് കിട്ടും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആകുമ്പം ഈ ഹൈഡ്രജൻ എന്ത് കിട്ടും? ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ. സി ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ. സോ ക്ലോറിനാണ് എന്ത് ചെയ്യും? ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്, ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ക്ലോറിനോട് അട്രാക്റ്റ് ചെയ്യും. സോ ഇങ്ങനെ പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ ചുറ്റും എന്തുണ്ടാവും? ഹൈഡ്രജൻ്റെ ചുറ്റും ഇങ്ങനെ വാട്ടർ മോളിക്യൂൾസ് വന്ന് അട്രാക്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് വെൻ ദിസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അട്രാക്ട്സ് there will be a release of energy. പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണല്ലേ. സോ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? എനർജി റിലീസ് ആവും. സോ ഈ റിലീസ് ആവുന്ന എനർജിയാണ് ഹൈഡ്രേഷൻ എനർജി. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? കുറച്ച് എനർജി റിലീസ് ആവും. ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ എനർജി. ഓക്കെ, നമ്മൾ പറഞ്ഞു ലാറ്റിസ് എൻതാൽപ്പിൻ്റെ കേസിൽ കാറ്റോണും ആനിയോണും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ആവും. ആ എനർജി നമ്മൾ എന്ത് വിളിക്കും? ലാറ്റിസ് എൻതാൽപ്പി എന്ന് വിളിക്കും. ഇവിടെ കാറ്റോൺ ആണെങ്കിലും അല്ലെങ്കിൽ ആനിയോൺ ആണെങ്കിലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? സറൗണ്ടഡ് ആയിട്ട് കിടക്കും. അവിടെ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷനാണ് ഉണ്ടാവുന്നത്. സോ വെൻ ദേ ഫോം ബോണ്ട് ദർ വിൽ ബി എ റിലീസ് ഓഫ് എനർജി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രേഷൻ എനർജി അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുക. Okay, so hydration enthalpy is directly proportional to solubility of that ionic compound. See, hydration enthalpy-ൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് ആ ബോണ്ടും സ്ട്രോങ് ആണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ ഇവിടെ എന്താ? റിലീസ് ഓഫ് എനർജി നടക്കുന്നത്. സോ റിലീസ് ഓഫ് എനർജി ആണെന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ നെഗറ്റീവ് ചാർജ് കൊണ്ട് അത് റെപ്രസെൻ്റ് ചെയ്യും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുകയാണെങ്കിൽ അതിനർത്ഥം ആ അയോണിക് കോമ്പൗണ്ടിൻ്റെ സോലിബിലിറ്റിയും കൂടുകയാണ് അല്ലേ. സോ if the magnitude of hydration enthalpy is high, which means the solubility of that ionic compound is high, right? So factors affecting hydration enthalpy, നമ്മൾ തൊട്ട് മുന്നേ ലാറ്റിസ് എൻതാൽപ്പിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രേഷൻ എൻതാൽപ്പിയും എന്താണ്? ഹൈഡ്രേഷൻ എൻതാൽപ്പി ഈസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് and inversely proportional to size. Okay, directly proportional to charge, inversely proportional to size. See, ഇപ്പം ഞാനൊരു ആറ്റം, ഇതിൻ്റെ സൈസ് ഇതാണ്, രണ്ടും കാറ്റോൺ ഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇത് എ, ഇത് ബി. കുറച്ചും കൂടി ചെറുതാക്കി വരയ്ക്കാം. സി, സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും സെയിം ചാർജാണുള്ളത് അല്ലേ. സൈസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സൈസാണ് കുറവ്, ബീൻ്റെ സൈസ് എന്താ കമ്പാരിറ്റീവ്ലി എന്നെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. സോ ഈ പോസിറ്റീവ് ചാർജ് ഈ ആറ്റത്തിൽ അല്ലെങ്കിൽ ഈ സ്പീഷീസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് എങ്ങനെയായിരിക്കും ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ? വിച്ച് മീൻസ് സ്മോൾ ആണ്, ഇവിടുത്തെ വോളിയം കുറവാണല്ലേ. സോ ദ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി വിൽ ബി മോർ ഇൻ എ ആസ് കമ്പയർഡ് ടു ബി അല്ലേ. സി, ഇവിടെ സ്പേസ് ഇത്ര പോരേ ഉള്ളൂ, അതായത് കുറവാണ്. കുറവുള്ള സമയത്ത്, അതായത് പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി
എവിടെയായിരിക്കും കൂടുതൽ? ഹൈ ചാർജ് സൈസ് റേഷ്യോ. അതായത് ചാർജ് ഇവിടെ രണ്ടിലും ചാർജ് സെയിം ആണ്, പക്ഷേങ്കിൽ സൈസ് ഡിഫറെൻ്റ് ആണ്. ഇവിടെയാണ് സൈസ് കുറവ്. ഇതിന് സൈസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവും അല്ലേ? പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി വിൽ ബി ഹൈ ഹിയർ ബിക്കോസ് ദ സൈസ് ഈസ് ലോ. ഇവിടെ സൈസ് കൂടുതലാണ്, അപ്പോൾ അത്രയും പോസിറ്റീവ് ചാർജ് അത്രയും ഇടത്തു കൂടി ഡിസ്ട്രിബ്യൂട്ടായി കിടക്കൂലേ? സോ ദ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി വിൽ ബി ഹൈ ഹിയർ. സോ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത്രയും ഡെൻസിറ്റീനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ചാർജും വരില്ലേ? സോ ഇവിടെ എന്താവും? ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവിടെ വന്ന് അട്രാക്റ്റ് ആവുന്ന വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. സോ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ആറ്റം പോസിറ്റീവ്, അതായത് കാറ്റയോൺ എ വിൽ ബി ഹൈ ആസ് കമ്പയർഡ് ടു ദി ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് കാറ്റയോൺ ബി ബിക്കോസ് size is different. Size of A is low as compared to the size of B. ഇവിടെ ചാർജ് എന്താ? സെയിം ആണ്, റൈറ്റ്? സോ ചാർജ് കൂടുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും, സൈസ് കുറയുമ്പോൾ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടും. ബിക്കോസ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഇവിടെയാണ് കൂടുതൽ, ബിക്കോസ് ദ സൈസ് ഈസ് സ്മോൾ, അല്ലെങ്കിൽ ആ വോളിയം കുറവാണ്. ഇവിടെ സൈസ് ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു എ, സോ ദ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി ഈസ് ലോ ആസ് കമ്പയർഡ് ടു എ. സോ ദ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് B will be low as compared to the hydration enthalpy of A, right? നമ്മൾ ഈ 3 കാറ്റയോൺസ് എടുക്കുക. ഇതിൻ്റെ ചാർജൊക്കെ എന്താ? സെയിം ചാർജാണ്, പക്ഷേ എങ്കിൽ സൈസ് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ടാവുക? ഏത് കാറ്റയോൺ ആയിരിക്കും ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായിട്ടുണ്ടാവുക? അല്ലെങ്കിൽ നമുക്ക് പറയാം ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി ഉണ്ടാവുക? ഏത് അയണിക് കോമ്പൗണ്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി ഉണ്ടാവുക? അതിനർത്ഥം നിങ്ങൾ നോക്കേണ്ടത് ഇത് തന്നെയാണ്. ഇവിടെ ചാർജൊക്കെ സെയിം ആണല്ലേ? സോ ഏതിനാണ് സൈസ് കുറവ്? ഏത് കാറ്റയോൺ ആണോ സൈസ് കുറവ്, ആ കാറ്റയോണായിരിക്കും ഏറ്റവും കൂടുതൽ സോലിബിലിറ്റി ഉണ്ടാവുക, റൈറ്റ്? സോ ലിഥിയം ക്ലോറൈഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സോല്യബിൾ ആയിട്ടുണ്ടാവുക, റൈറ്റ്? യാ, ആബിദ് ഇറ്റ്സ് ഇറ്റ് റൈറ്റ്. ലിഥിയം chloride will be more soluble as compared to sodium chloride or as compared to KCl. Got it? ഇത് application ആണ്, ഹൈഡ്രേഷൻ എൻതാൽപ്പിൻ്റെ application ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ. ഓക്കെ, ഇനി നമ്മൾ സോലിബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്, അതായത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ലാറ്റിസ് എൻതാൽപ്പിയും ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. സി, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോഡിയം ക്ലോറൈഡിനെ, സോളിഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെ അയോൺസ് ആക്കി ചേഞ്ച് ചെയ്തിട്ട് അതിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വന്ന് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ? സി, ഇവിടുത്തെ പ്രോസസ്സ് എന്താ? സോഡിയം ക്ലോറൈഡ്, അതായത് സോളിഡ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെ അയോൺസ് ആക്കി ആദ്യം ചേഞ്ച് ചെയ്യണം. അതിനെന്ത് വേണം? ലാറ്റിസ് എൻതാൽപ്പി ഇല്ലേ? അതായത് നമുക്ക് ഈ NaCl, അതായത് സോഡിയം ക്ലോറൈഡിനെ ബ്രേക്ക് ചെയ്ത് സോഡിയം അയണായിട്ടും ക്ലോറൈഡ് അയണായിട്ടും മാറ്റണമെങ്കിൽ നമുക്കവിടെ എന്ത് എനർജിയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ലാറ്റിസ് എൻതാൽപ്പി പ്രൊവൈഡ് ചെയ്യണം അല്ലേ? സോ സോഡിയം ക്ലോറൈഡിനെ Na+Cl- എന്ന് പറഞ്ഞിട്ട് ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ട എനർജി എന്താ? അവിടെ കൊടുക്കേണ്ട എനർജി എന്താ? ലാറ്റിസ് എൻതാൽപ്പി.
അല്ലേ? ലാറ്റിസ് എൻതാൽപ്പി പ്രൊവൈഡ് ചെയ്യുന്നു. യെസ്, ലാറ്റിസ് എൻതാൽപ്പി പ്ലസ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇവിടെ ലാറ്റിസ് എൻതാൽപ്പി വെച്ച് നമ്മൾ കൊടുക്കുന്നു, അതിനെ ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഈ ഡിസോസിയേറ്റ് ചെയ്ത അയോൺസ് എന്ത് ചെയ്യും? വാട്ടറായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ Na+ അക്വസ് ആയിട്ട് മാറും. അഗെയിൻ Cl- അക്വസ് ആയിട്ട് മാറും. സോ അവിടെ എന്തുണ്ട്? ഹൈഡ്രേഷൻ എൻതാൽപ്പി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? സി ഇനി സോലിബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട്. നമുക്ക് സോലിബിലിറ്റി ഓഫ് അയോണിക് കോമ്പൗണ്ട് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് കേസ് ലാറ്റിസ് എൻതാൽപ്പി ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതൽ. അതായത് ലാറ്റിസ് എൻതാൽപ്പിനൊക്കെ ഈ അയണിക് കോമ്പൗണ്ട് ലാറ്റിസ് എൻതാൽപ്പി ഉണ്ട്, ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉണ്ട്. സോ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതലെങ്കിൽ this ionic compound will be completely dissolved in the solvent. അതായത് ആ സോൾവെൻറ്റിൽ ഈ അയോണിക് കോമ്പൗണ്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് the dissolution process will be exothermic. The dissolution process will be exothermic. അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതൽ ആസ് കമ്പയർ ടു ലാറ്റിസ് എൻതാൽപ്പി. റൈറ്റ്? അതായത് അതിൻ്റെ സോലിബിലിറ്റി നമ്മൾ പറഞ്ഞു, ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുമ്പോൾ അതിൻ്റെ സോലിബിലിറ്റി കൂടും. ലാറ്റിസ് എൻതാൽപ്പി കൂടുമ്പോൾ ആ അയണിക് കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ ആ അയണിക് കോമ്പൗണ്ട് സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനും നമുക്ക് കുറേ എനർജി കൊടുക്കേണ്ടി വരില്ലേ? റൈറ്റ്? ലാറ്റിസ് എൻതാൽപ്പി ഹൈഡ്രേഷൻ എൻതാൽപ്പി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതലെങ്കിൽ ആ അയണിക് കോമ്പൗണ്ടിന് എന്ത് ചെയ്യും? പെട്ടെന്ന് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ ദാറ്റ് സോൾവെൻറ്റ്. സോ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. റൈറ്റ്? ഇനി സെക്കൻഡ് കേസ് ലാറ്റിസ് എൻതാൽപ്പിയാണ്, അതായത് ആ അയണിക് കോമ്പൗണ്ട് ലാറ്റിസ് എൻതാൽപ്പിയാണ് കൂടുതൽ ആസ് കമ്പയർ ടു ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ? അത് ബ്രേക്ക് ചെയ്യാൻ എനർജി കൂടുതൽ വേണമല്ലേ ആസ് കമ്പയർ ടു ഹൈഡ്രേഷൻ എനർജി. സോ ഇറ്റ് വിൽ ബി ഇൻകംപ്ലീറ്റ്ലി ഡിസോൾവ്. അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്തായിരിക്കും? കംപ്ലീറ്റ് ആവില്ല. ഇറ്റ് വിൽ ബി ഇൻകംപ്ലീറ്റ്ലി ഡിസോൾവ്. അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എൻഡോതെർമിക് എന്ന് പറയും. അതായത് അതിനെ നമുക്ക് കൂടുതലായിട്ട് ഡിസോൾവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യണം. ഒന്നെങ്കിൽ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ? ഹീറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി എനർജി കൊടുക്കേണ്ടി വരും ആ അയോണിക് കോമ്പൗണ്ടിനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ ദ ഡിസൊല്യൂഷൻ പ്രോസസ് വിൽ ബി എൻഡോതെർമിക്. If the lattice enthalpy is high as compared to hydration enthalpy, the ionic compound will be incompletely dissolved and the dissolution process is endothermic. If that ionic compound has to dissolve completely, we have to provide some energy, right? So lattice enthalpy ആണ് കുറവ് ആസ് കമ്പയർ ടു, അതായത് ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ് കൂടുതൽ ലാറ്റിസ് എൻതാൽപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് ആ അയണിക് കോമ്പൗണ്ട് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കും. ഡിസൊല്യൂഷൻ പ്രോസസ്സ് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഗുഡ്. റെഡി? എനി ഡൗട്ട് ഹിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? പെട്ടെന്നൊന്ന് കമൻറ്റ് ചാറ്റ് ബോക്സിൽ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. സോ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. വിച്ച് മീൻസ് സോലിബിലിറ്റി, അതായത് സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രേഷൻ എൻതാൽപ്പി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാറ്റിസ് എൻതാൽപ്പി അല്ലേ? ക്ലിയർ? ഓക്കെ അബിത്. സോ സോലിബിലിറ്റി കൂടുതൽ, അതായത് ഒരു അയണിക് കോമ്പൗണ്ട് സോലിബിലിറ്റി കൂടുതലായിരിക്കണമെങ്കിൽ അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കണം, ലാറ്റിസ് എൻതാൽപ്പി ഇത്തിരി കുറവായിരിക്കണം. റൈറ്റ്? സോ നെക്സ്റ്റ് വൺ, ഫെജാൻസ് റൂൾ. ഫെജാൻസ് റൂളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
പോർഷനാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഫെജാൻസ് റൂള് ഇത്തിരി പറയാനുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഫെജാൻസ് റൂൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ പഠിക്കുന്നുണ്ടാവും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ് അല്ലേ. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്ന്. അതിന് മുന്നേ ഫെജാൻസ് റൂൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി കൊവാലൻറ്റ് ക്യാരക്ടർ ഇൻ ആൻ അയണിക് ബോണ്ട് അല്ലേ. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? അയണിക് ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു, കൊവാലൻറ്റ് ബോണ്ടിനെ കുറിച്ചും നമ്മളൊരു റഫ് ഐഡിയ ഉണ്ടാക്കി. അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ, കോവാലൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, റൈറ്റ്. നോ ബോണ്ട് ഈസ് കംപ്ലീറ്റ്ലി അയോണിക്, നോ ബോണ്ട് ഈസ് കംപ്ലീറ്റ്ലി കോവാലൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫെജാൻസ് റൂൾ ഇൻഡിക്കേറ്റ്സ് ദ കോവാലൻറ്റ് ക്യാരക്ടർ ഇൻ ആൻ അയോണിക് ബോണ്ട്. അതായത് ഒരു അയോണിക് ബോണ്ടിലും ഒരു ചെറിയൊരു കോവാലൻറ്റ് ക്യാരക്ടർ ഉണ്ടാകും, റൈറ്റ്. അതിന് മുന്നേ നിങ്ങൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണെന്നറിയാം. ഒരു എ എന്ന് പറഞ്ഞൊരു ആറ്റം, ഇവിടെ ഞാൻ ബി എന്ന് പറഞ്ഞൊരു ആറ്റം. ഈ ആറ്റത്തിന് എന്ത് ചെയ്യണം? ഈ ആറ്റം ഇലക്ട്രോൺസിനെ, ഈ ഒരു ആറ്റം ഇലക്ട്രോൺ റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഒരു ആറ്റം ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് എ പ്ലസ് ആയി മാറി ആൻഡ് 1 ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ്. ഇവിടെ ബി എന്ന് പറഞ്ഞ ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ബി മൈനസ് ആയിട്ട് മാറുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഈ എ ആറ്റത്തിന് 11 ഇലക്ട്രോൺ ഉണ്ട്, ആറ്റത്തിന് 11 ഇലക്ട്രോൺ ഉണ്ട്, 11 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത സമയത്ത് എന്തായി? 10 ഇലക്ട്രോണും 11 പ്രോട്ടോണും ആയി മാറി അല്ലേ. ആദ്യം എന്തായിരുന്നു? ഓരോ യൂണിറ്റ് വെച്ചിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. 11 ഇലക്ട്രോൺ ഉണ്ട്, 11 പ്രോട്ടോൺ ഉണ്ട്. ഈ 11 പ്രോട്ടോണും ഈക്വലി ആയിരിക്കില്ല ഈ 11 ഇലക്ട്രോണോടും അട്രാക്ഷൻ ഉണ്ടാവുക അല്ലേ. പക്ഷേങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത സമയത്ത് എന്തായി? പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടി, മൈനസ് ചാർജിൻ്റെ, അതായത് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു, പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ. ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന പോസിറ്റീവ്, അതായത് ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന അട്രാക്ഷൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂടൂലേ. ആദ്യം എൻ്റെ കയ്യിൽ 4 കിലോ ആപ്പിൾ ഉണ്ടായിരുന്നു, ഇവിടെ 4 ആൾ വെച്ചും ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാർ വെച്ച് ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ 4 കിലോ ആപ്പിൾ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ 4 ആൾക്കാർക്കും ഓരോ കിലോ വെച്ച് കൊടുത്തു, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലേ. ഇനി ഇതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരാളുടെ 1 കിലോ ബാക്കിയായില്ലേ? ഈ 1 കിലോ ബാക്കിയായത് എന്ത് ചെയ്യും? ഞാൻ ഈ ഓരോ ആൾക്കാർക്കും കൂടുതലായിട്ട് കൊടുക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്കും കിട്ടുന്ന ക്വാണ്ടിറ്റി കൂടിയില്ലേ? ഇത്തിരി വെച്ച് കൂടും അല്ലേ. വിച്ച് മീൻസ് ഇവിടെ പ്രോട്ടോൺ ഉള്ള അട്രാക്ഷൻ 11 പ്രോട്ടോൺ ഉണ്ട്, 10 ഇലക്ട്രോൺ ഉണ്ട്. ഓരോ ഇലക്ട്രോണും കിട്ടുന്ന പോസിറ്റീവ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടി, റൈറ്റ്. അങ്ങനെ കൂടുന്ന സമയത്ത് നമുക്കെന്ത് പറയാം? ഇതിൻ്റെ Z ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഹൈ ആസ് കമ്പയർ ടു ദി ന്യൂട്രൽ ആറ്റം. ന്യൂട്രൽ ആറ്റത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതായത് ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടി. എനി ഡൗട്ട്? ഇതിൻ്റെ സ്ലൈഡ്സ് കിട്ടും. ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, റൈറ്റ്. ഐസൊലേറ്റഡ് ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പം ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി. ഇറ്റ് മീൻസ് ഒരു ഇലക്ട്രോൺ റിമൂവ് ആയേ, ദ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറഞ്ഞേ, പോസിറ്റീവിൻ്റെ എണ്ണം കൂടുതലാണേ. ഈ പോസിറ്റീവിൻ്റെ എണ്ണം കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന അട്രാക്ഷൻ കൂടി, വിച്ച് മീൻസ് ദ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈസ് ഇൻക്രീസ്ഡ്, റൈറ്റ്.
ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഇതൊരു ഐസൊലേറ്റഡ് ആറ്റം. ഇവിടെ എന്ത് ചെയ്തു? സെയിം ഞാനിവിടെ പറയാണ്, ഇതിന് 17 ഇലക്ട്രോണും 17 പ്രോട്ടോണുമാണ് ന്യൂട്രൽ സ്റ്റേറ്റിൽ ഉണ്ടായത്. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് എന്തായി? ഇവിടെ 18 ഇലക്ട്രോണും 17 പോസിറ്റീവ് ചാർജുമായി. സി, ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടി, പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കുറവാണ്, പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ അതായത് നെഗറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന ആ ഒരു അട്രാക്ഷൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞില്ലേ? ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞില്ലേ? റൈറ്റ്. ഒരു ഇലക്ട്രോൺ കുറയുന്ന സമയത്ത് ബാക്കിയുള്ള ഇലക്ട്രോൺസിന് കിട്ടുന്ന ആ ഒരു അട്രാക്ഷൻ കൂടുതലും, ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടിയ സമയത്ത് ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോൺസിനും കിട്ടുന്ന പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്തു. സോ ഇവിടെ Z ഇഫക്റ്റീവ് എന്താ? Z ഇഫക്റ്റീവ് വിൽ ബി ലോ. അതായത് ഓരോ ഇലക്ട്രോണിനും ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? കുറഞ്ഞു. റൈറ്റ്. ഏതിനെ കമ്പയർ ചെയ്യുമ്പം? അതിൻ്റെ ഐസൊലേറ്റഡ് ആറ്റം അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പം. റൈറ്റ്. ഇനി ഈ പോസിറ്റീവ് അയോണും ഈ നെഗറ്റീവ് അയോണും കമ്പൈൻ ചെയ്തല്ലേ ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. സോ എ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജ്, ബി എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് ബി അത് ഏറ്റുവാങ്ങി, ബി ഒരു മൈനസ് ചാർജായി, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ട് ചെയ്ത് ഒരു അയോണിക് ബോണ്ട് ഉണ്ടായി. പക്ഷേങ്കിൽ ഫെജാൻസ് റൂള് പറയുന്നത് അയോണിക് ബോണ്ടിലും എന്തുണ്ട്? ഒരു ലിറ്റിൽ ബിറ്റ് കോവാലൻ ക്യാരക്ടർ ഉണ്ട്. എങ്ങനെ? സി, ഇവിടെ എന്താ? ഈ A+ അല്ലെങ്കിൽ ഈ കാറ്റയോണ് Z ഇഫക്റ്റീവ്, അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതലല്ലേ. സോ അതിന് എന്തുണ്ടാവും? ഇലക്ട്രോൺസിലേക്ക് കിട്ടുന്ന ആ ഒരു പുഷ് കൂടുതലായിരിക്കും. സോ ഇവിടെയുള്ള ഇലക്ട്രോൺസ്, ബിയിലുള്ള ഇലക്ട്രോൺസ്, ഇവിടെ Z ഇഫക്റ്റീവ് എന്താ? കുറവാണ്. സോ ഇവിടെ കൂടുതലല്ലേ പ്രോട്ടോൺസ് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡ്രാഗ് ഇവിടെ കൂടുതലല്ലേ. സോ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ ആര് അട്രാക്റ്റ് ചെയ്യും? ഈ Z ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ള ഈ കാറ്റയോൺ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇവിടെയുള്ള എന്തായി മാറും? B- ഇലക്ട്രോൺ ക്ലൗഡ് ഏതിലേക്ക് അട്രാക്റ്റഡ് ആവും? ഈ കാറ്റയോണിലേക്ക് അട്രാക്റ്റഡ് ആവും. സോ ഇവിടെ എന്ത് നടക്കും? ഈ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ആദ്യം സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ക്ലൗഡല്ലേ ഉണ്ടായേ. ഇതിൻ്റെ ഡ്രാഗ് വരുമ്പോൾ, അതായത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ വരുമ്പോൾ ഈ ഇലക്ട്രോൺ ക്ലൗഡ് എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് അയോണിൻ്റെ അടുത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യും, അതായത് അതിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡിന് എന്ത് ചെയ്തു? സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ക്ലൗഡ് എന്തായി? ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആയി. സോ ദ ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ബി ഡിസ്റ്റോർട്ടഡ്. ഈ ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്, സോ ദിസ് distortion of electron cloud is called polarization. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഗോട്ട് ഇറ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ എന്ത് നടന്നു? Z ഇഫക്റ്റീവ് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഇലക്ട്രോൺസ്, അതായത് പ്രോട്ടോൺസ് ഓരോ ഇലക്ട്രോണിനും കൊടുക്കുന്ന ആ ഒരു അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. സോ Z ഇഫക്റ്റീവ് ആർക്കാണ് കൂടുതൽ? കാറ്റയോണിന് കൂടുതലാണ്. ആനയോണിന് Z ഇഫക്റ്റീവ് കുറവാണ്. സോ ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ ആര് പുഷ് ചെയ്യാൻ ശ്രമിക്കും? Z ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിട്ടുള്ള കാറ്റയോൺ എന്ത് ചെയ്യും? പുഷ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇനീഷ്യലി അതെന്തായിരുന്നു? സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോൺ ക്ലൗഡ് ആയിരുന്നു. സോ ഇതിൻ്റെ പുഷ് കാരണം എന്ത് ചെയ്തു? ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്റ്റോർട്ടഡ് ആയി. സോ ദിസ് ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് കോൾഡ് പോളറൈസേഷൻ. ഗോട്ട് ഇറ്റ്? സോ സി,
ഇതിൻ്റെ അടുത്തേക്ക്, അതായത് ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് പോസിറ്റീവ് അയോണിൻ്റെ അടുത്തേക്ക് ഡ്രാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജസ്റ്റ് ലൈക്ക് എ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്, റൈറ്റ്? സോ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് covalent character. So if the polarization is increasing, which means the covalent character is increasing. അല്ലേ? പോളറൈസേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോളറൈസേഷൻ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ഒരു കൊവാലൻ ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നുണ്ട് എന്നല്ലേ? സോ ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് നോൺ ആസ് polarization. If the polarization is more, the covalent character of that ionic compound will be more. Got it? Got it? Any doubt? ഒരു വാട്ടർ ബ്രേക്ക് എടുത്തോളൂ, ഒരു മിനിറ്റ്. എന്തേലും ഡൗട്ടുണ്ടോ ഇവിടെ? എന്തേലും ഡൗട്ടുണ്ടോ? സി, നമ്മൾ പറഞ്ഞു Z ഇഫക്റ്റീവ് കൂടുതലുള്ള കാറ്റയോൺ Z ഇഫക്റ്റീവ് കുറവുള്ള ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്റ്റ് ചെയ്യുന്നു. സോ ആ ഒരു ഡ്രാഗ് ഉണ്ടാവും, ഇലക്ട്രോൺസിൻ്റെ ഡ്രാഗ് ആരുടെ അടുത്തേക്ക് ഉണ്ടാവും? പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. വിച്ച് മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ sharing of electrons, which means if the polarization is more or the distortion of electron cloud is more, the covalent character of that ionic compound will be high. Alle? So polarization power കൂടുതലാണെങ്കിൽ, if the polarization is more, that is polarization is directly proportional to കോവാലൻ ക്യാരക്ടർ, അല്ലേ? കോവാലൻ ക്യാരക്ടറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് കുറയുന്നത്? അയോണിക് ക്യാരക്ടർ കുറയും, അല്ലേ? സോ ഇഫ് ദ പോളറൈസേഷൻ ഈസ് മോർ, കോവാലൻ ക്യാരക്ടർ വിൽ ബി മോർ. ഇഫ് ദ പോളറൈസേഷൻ ഈസ് മോർ, ലെസ് വിൽ ബി ദി അയോണിക് ക്യാരക്ടർ. ഗോട്ട് ഇറ്റ്? സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫെജാൻസ് റൂളാണ്. അതായത് സൈസ് ഓഫ് ദ കാറ്റയോൺ, സൈസ് ഓഫ് ദ ആനയോൺ, ചാർജ് ഓൺ ദ അയോൺ, സൈസ് ഓഫ് ദ കാറ്റയോൺ, സൈസ് ഓഫ് ദ ആനയോൺ. ഓക്കെ, ഈ 3 ഫാക്ടേഴ്സാണ് നമ്മളെ കോവാലൻ ക്യാരക്ടർ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, the first thing is size of cation. The second thing is size of anion. The third factor is charge on an ion, charge on the ion. Size of the cation polarization എങ്ങനെ സ്വാധീനിക്കും അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? സൈസ് ഓഫ് ദ കാറ്റയോൺ. ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, സൈസ് ഓഫ് ദ കാറ്റയോൺ സ്മോൾ, ഇഫ് ദി സൈസ് ഓഫ് ദ കാറ്റയോൺ ഈസ് ലെസ് ഓർ ദ സൈസ് ഓഫ് ദ കാറ്റയോൺ ഈസ് ഡിക്രീസിങ്, വാട്ട് അബൌട്ട് ദ പോളറൈസിങ് പവർ ഓർ പോളറൈസേഷൻ ഓർ ദ കോവാലന്റ് ക്യാരക്ടർ ഓഫ് ദാറ്റ് അയോണിക് കോമ്പൗണ്ട്? സി, നമ്മൾ പറഞ്ഞു കാറ്റയോൺ ആണല്ലേ, കാറ്റയോൺ. നമ്മളിപ്പം A+ പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചാർജ് ഇപ്പം സൈസ് കുറവാണെങ്കിൽ ആ ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താ? അവിടെ കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ സൈസ് കുറവാണ്, ഇതിനും ഒരു പ്ലസ് ആണല്ലേ. സി A+, and I am saying this is C+. സി ഈ A+ൻ്റെ സൈസ് കുറവാണ്, C+ൻ്റെ സൈസ് കൂടുതലാണ്. ചാർജ് എന്താ? രണ്ടിനും 1 പോസിറ്റീവ് ചാർജാണല്ലേ. സോ സൈസ് കുറയും തോറും ആ ഒരു പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി അവിടെ കൂടുതലായിരിക്കും. ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു A, because the size is more in C cation, right?
എനെ കമ്പയർ ചെയ്യുമ്പോൾ സിയുടെ സൈസ് കൂടുതലാണ്, പക്ഷേങ്കിൽ ഇവിടെ ചാർജ് ഓഫ് ദ അയോൺ എന്താ, രണ്ടിലും സെയിം ആണ്. സോ സൈസ് കുറയും തോറും എന്താണ്, സെഡ് ഇഫക്റ്റീവ് കൂടുതലായിരിക്കും. അതായത് സൈസ് ഓഫ് കാറ്റയോൺ കുറയും തോറും സെഡ് ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് നേരെ തിരിച്ച് എഴുതാം. സെഡ് ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, സൈസ് ഓഫ് ദ കാറ്റയോൺ കുറവായിരിക്കണം അല്ലേ. ഇപ്പം സൈസ് കുറവാണെങ്കിലല്ലേ ആ ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺസ് കുറവാണ് പ്രോട്ടോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ പ്രോട്ടോൺസിന് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലേ. സോ സൈസ് കുറയും തോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. സി സൈസ് ഓഫ് ദ കാറ്റോൺ, ഇഫ് ദ സൈസ് ഓഫ് ദ കാറ്റോൺ ഈസ് ഡിക്രീസിങ് ദെയർ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വിൽ ബി ഹൈ. സോ സൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും, മറ്റേ ആറ്റത്തിൻ്റെ, അതായത് മറ്റേ ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. സി ഇതിൻ്റെ സൈസ് കുറവാണ്, ഇതിൻ്റെ സൈസ് കൂടുതലാണ്. ഇവിടെ സെഡ് ഇഫക്റ്റീവ് കൂടുതലാണ്, ഇവിടെ സെഡ് ഇഫക്റ്റീവ് കുറവാണ്, ഇവിടെ സെഡ് ഇഫക്റ്റീവ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ കൂടി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു അട്രാക്ഷനും കുറയും. ബിക്കോസ് ഈ പോസിറ്റീവ് ഡെൻസിറ്റീനെ ഇവിടെ ഇത്രയും സ്ഥലത്തും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ടേ. സൈസ് കുറയുമ്പോൾ അത്രയും സ്പേസ് ലാഭിക്കാമല്ലോ. സോ ആ എനർജിയും കൂടി, അല്ലെങ്കിൽ ആ അട്രാക്ഷൻ കൂടി ആർക്ക് പോവും, ഇവിടെയുള്ള ഇലക്ട്രോൺ ക്ലൗഡിലേക്ക് പോവും. സോ ഇഫ് ദ സൈസ് ഓഫ് ദ കാറ്റോൺ ഈസ് ലെസ്, more will be the effective nuclear charge. If the effective nuclear charge is more, for the cation, their polarization will be high, which means their covalent character will be high അല്ലേ. സെഡ് ഇഫക്റ്റീവ്, കാറ്റോണിൻ്റെ സെഡ് ഇഫക്റ്റീവ് കൂടുമ്പോൾ പോളറൈസേഷൻ കൂടും, കോവാലൻ്റ് ക്യാരക്ടറും കൂടും. സെഡ് ഇഫക്റ്റീവ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, സൈസ് ഓഫ് ദ കാറ്റോൺ കുറവായിരിക്കണം. ഇനി സൈസ് ഓഫ് ദ ആനിയോൺ നോക്കുകയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈസ് ഓഫ് ദ ആനിയോൺ എന്ത് ചെയ്യണം, കൂടുതലായിരിക്കണം. ഇപ്പോൾ സെഡ് ഇഫക്റ്റീവ് ഓഫ് ആനിയോണിൻ്റെ സെഡ് ഇഫക്റ്റീവ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ അതിൻ്റെ സൈസ് കൂടണ്ടേ. സോ സെഡ് ഇഫക്റ്റീവ് ഓഫ് ആനിയോൺ കുറയണമെങ്കിൽ അതിൻ്റെ സൈസ് ഓഫ് ആനിയോൺ കൂടണം. ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയും, ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയും അല്ലേ. സോ ഇഫ് ദ സൈസ് ഓഫ് ദ ആനിയോൺ ഈസ് ഹൈ, സെഡ് ഇഫക്റ്റീവ് ഓഫ് ദ ആനിയോൺ വിൽ ബി ലെസ്. ഇവിടെ കൂടുമ്പോൾ ഇവിടെ കുറയും. സോ ഇത് കുറയാണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ഇലക്ട്രോൺ ക്ലൗഡിനെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടും അല്ലേ. കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുമ്പോൾ ഈ കാറ്റോണിന് പെട്ടെന്ന് അതങ്ങ് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, റൈറ്റ്. സോ ഇഫ് ദ സൈസ് ഓഫ് ദി ആനിയോൺ is high, polarization also, അല്ലെങ്കിൽ distortion of that electron cloud will be high, which means covalent character is high. covalent character എന്ത് ചെയ്യും, കൂടുതലായിരിക്കും, റൈറ്റ്. ഇനി ചാർജ് ഓഫ് ദ അയോൺ, സി ചാർജ് കൂടുന്തോറും എന്താണ്, നമ്മൾ പറഞ്ഞു ചാർജ് കൂടുന്തോറും, ഇപ്പം എ പ്ലസ് പറഞ്ഞു, ബി മൈനസ് പറഞ്ഞു അല്ലേ. എ പ്ലസ് തന്നെ എന്താ, സെഡ് ഇഫക്റ്റീവ് കൂടുതലാണ്, ഇവിടെ സെഡ് ഇഫക്റ്റീവ് കുറവാണ്. അതായത് ഇവിടെ 10 ഇലക്ട്രോൺ, ആദ്യം 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തപ്പോൾ എന്തായി, അവിടെ 10 ഇലക്ട്രോണായി. അപ്പോൾ ആ ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ കൂടുതലാണ്. നമ്മൾ എഗെയിൻ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് +1 എന്നുള്ള എടുക്കുന്നത് നമ്മൾ +2 ആക്കാണ്.
+2 ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോൺ കൂടെ കുറഞ്ഞു. റൈറ്റ്, 9 ഇലക്ട്രോൺ ആണ് ഉള്ളത്. 9 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ പിന്നെയും ആ ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന പോസിറ്റീവ് ചാർജിൻ്റെ ആ അട്രാക്ഷൻ കൂടിയില്ലേ? റൈറ്റ്, പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ കൂടുകയും ചെയ്തു. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത്രയും പോലെ സ്പേസും കുറഞ്ഞു, വിച്ച് മീൻസ് ദ സൈസ് ഈസ് ഡിക്രീസിങ്. ഇതൊക്കെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ പഠിക്കുന്നതാണ്. സോ സെഡ് ഇഫക്റ്റീവ് അവിടെ എന്ത് ചെയ്തു? പിന്നെയും കൂടി. റൈറ്റ്, ഇവിടെ നമ്മൾ പിന്നെ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് 17 ഇലക്ട്രോണും 17 പ്രോട്ടോണും ഉണ്ട്. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് 18 ഇലക്ട്രോണായി. എഗെയിൻ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത സമയത്ത് 19 ഇലക്ട്രോണായി. സി, 17 പ്രോട്ടോണിൻ്റെ ആ ഒരു അട്രാക്ഷൻ കിട്ടുന്നത് 19 ഇലക്ട്രോണിനാണ്. സോ അവിടെ എന്ത് ചെയ്തു? കിട്ടുന്ന ആ ഒരു അട്രാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവല്ലേ? സോ ഇവിടെ എഗെയിൻ സെഡ് ഇഫക്റ്റീവ് കുറഞ്ഞു. ഇവിടെ എന്ത് ചെയ്തു? സെഡ് ഇഫക്റ്റീവ് കൂടി. അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ പിന്നെയും അടുത്തേക്ക് വലിക്കാൻ മാത്രമേ ആര് ശ്രമിക്കുള്ളൂ? ഈ കാറ്റോൺ ശ്രമിക്കുള്ളൂ. ബിക്കോസ് ദർ സെഡ് ഇഫക്റ്റീവ് ഓർ ദ സെഡ് ഇഫക്റ്റീവ് ഈസ് ഹൈ. റൈറ്റ്, ഓരോ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്തു? അതിന് ഓരോ ഇലക്ട്രോണിനും കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി അവിടെ കൂടുകയാണ്. പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ അത്രയും നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റീനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കില്ലേ? ദാറ്റ്സ് ഇറ്റ്. എന്തേലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? എന്തേലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? എന്തേലും ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ പറയാണ് പോളറൈസേഷൻ പവർ ഓഫ് കാറ്റോൺ. അതായത് ഈ കാറ്റോൺ എത്രത്തോളം ഈ ആനോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതാണ് പോളറൈസിങ് പവർ ഓഫ് കാറ്റോൺ. സി, പോളറൈസേഷൻ പവർ ഓഫ് കാറ്റോൺ. പോളറൈസേഷൻ പവർ ഓഫ് കാറ്റോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കാറ്റോൺ ടു പോളറൈസ് ആൻ ആനിയോൺ. അതായത് ആ ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ എത്രത്തോളം ഡിസ്റ്റോർട്ട് ചെയ്യാവോ അതാണ് അതിൻ്റെ പോളറൈസേഷൻ പവർ. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ കാറ്റോൺ ടു പോളറൈസ് ആൻ ആനിയോൺ. അതായത് എത്രത്തോളം ആ ഇലക്ട്രോൺ ക്ലൗഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റുമോ, ആ ഒരു എബിലിറ്റി, ആ ഒരു പോളറൈസിങ്, അതിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് നമ്മൾ എന്ത് പറയും? പോളറൈസേഷൻ എന്ന് പറയും. സോ അത് എത്രയോ കപ്പാസിറ്റി ഉണ്ടോ ആ കാറ്റയോണിന് ആ ഡിസ്റ്റോർഷൻ സംഭവിക്കാനുള്ളത്, ദാറ്റ് ഈസ് ദ പോളറൈസേഷൻ പവർ ഓഫ് കാറ്റയോൺ. ഓക്കെ, നെക്സ്റ്റ് ദ പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ആനിയോൺ ടു ഗെറ്റ് പോളറൈസ്ഡ്. പോസിറ്റീവ് ചാർജ് വലിക്കുമ്പോൾ ഓൾറെഡി എന്താവും? ഇലക്ട്രോൺ ക്ലൗഡ് ഡിസ്റ്റോർട്ടഡ് ആവും. സോ ഇൻ ദ കേസ് ഓഫ് ആനിയോൺ വി വിൽ സേ ഇറ്റ് ആസ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ. കാറ്റയോണിൻ്റെ കേസിൽ നോക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ദി പോളറൈസിങ് പവർ ഓഫ് ദി കാറ്റയോൺ. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. നമ്മൾ ഈ 3 അയണിക് കോമ്പൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ കൊവാലൻറ്റ് ക്യാരക്ടർ ഉണ്ടാവുന്നത്? ഏതിനായിരിക്കും കൂടുതൽ കൊവാലൻറ്റ് ക്യാരക്ടർ? ലിഥിയം ക്ലോറൈഡിനായിരിക്കും, സോഡിയം ക്ലോറൈഡിനായിരിക്കും, പൊട്ടാസ്യം ക്ലോറൈഡിനായിരിക്കും? സി, ഇവിടെ ആനിയോൺ എല്ലാം സെയിം ആണ്, ചാർജും സെയിം ആണ്. റൈറ്റ്, സോ നമ്മളിവിടെ നോക്കേണ്ടത് എന്താ? കാറ്റയോണിൻ്റെ സൈസും ചാർജും നോക്കിയാൽ മതി. നമുക്കറിയാം പോളറൈസിങ് പവർ ഓഫ് cation. Polarizing power of cation is directly proportional to charge and inversely proportional to size. Size കുറയുമ്പോൾ ആ കാറ്റോണിൻ്റെ പോളറൈസേഷൻ പവറും കൂടും. റൈറ്റ്, സോ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോളറൈസിങ് പവർ? ലിഥിയം പ്ലസിനായിരിക്കും. സോ ദ കോവാലൻറ്റ് ക്യാരക്ടർ വിൽ ബി മോർ ഫോർ lithium chloride as compared to sodium chloride as compared to KCl. Good. ഇനി നമ്മൾ BeCl2 beryllium magnesium, നമ്മൾ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ? വേണമെങ്കിൽ കാൽസ്യം കൂടി എഴുതാം. കാൽസ്യം ക്ലോറൈഡ്.
ഏതിനായിരിക്കും കൂടുതൽ? സി ഇവിടെയാണെങ്കിലും ആനയോണിൻ്റെ ചാർജും ആനയോണിൻ്റെ എണ്ണും സെയിം ആണ്, റൈറ്റ്? സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കാറ്റയോണിലേക്കാണ്. കാറ്റയോണിൻ്റെ ചാർജും എന്താ സെയിം ആണ് അല്ലേ? സോ സൈസ് നോക്കുക. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പോളറൈസേഷൻ പവർ ഓഫ് കാറ്റയോൺ. അല്ലെങ്കിൽ പോളറൈസേഷൻ പവർ കൂടണമെങ്കിൽ സൈസ് കുറയണം. ആർക്കാണ് ഇവിടെ സൈസ് കുറവ്? ബെറീലിയത്തിനാണ്. ബെറീലിയത്തിൻ്റെ സൈസാണ് കുറവ് ആസ് കമ്പയർഡ് ടു മെഗ്നീഷ്യം, ആസ് കമ്പയർഡ് ടു കാൽസ്യം, റൈറ്റ്? സോ ഇതായിരിക്കും അതിൻ്റെ ഓർഡർ വരിക. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ ലിഥിയം പ്ലസിനെയും ബെറീലിയം 2+ കമ്പയർ ചെയ്യണം. ഏതിനായിരിക്കും കൂടുതൽ പോളറൈസേഷൻ പവർ? ഏത് കാറ്റയോണായിരിക്കും കൂടുതൽ പോളറൈസേഷൻ പവർ? ലിഥിയം പ്ലസിനായിരിക്കോ ബെറീലിയം 2+? സി ഇവിടെ ചാർജ് കൂടുതലല്ലേ? ചാർജ് കൂടുമ്പോൾ എന്താ? പോളറൈസേഷൻ പവർ കൂടും. സോ ബെറീലിയം 2+നാണ് കൂടുതൽ. സി ബെറീലിയം 2+ൻ്റെ ചാർജും കൂടുതലാണ്. നമുക്കറിയാം എലോങ് ദ പീരിയഡ് സൈസും കുറയാണ്. അപ്പോൾ സൈസ് വൈസ് നോക്കുകയാണെങ്കിലും ചാർജ് വൈസ് നോക്കുകയാണ്. സൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് എന്താ? കുറവാണ്. ചാർജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജ് കൂടുതലാണ്. സോ എന്താ? ഫേവറബിൾ അല്ലേ കണ്ടീഷൻ? സോ ദ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ വിൽ ബി, അതായത് ബെറീലിയം 2+ വിൽ ബി ഹൈ. ഗോട്ട് ഇറ്റ്? എന്തേലും ഡൗട്ടുണ്ടോ? സോ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, പോളറൈസേഷൻ പവർ, അതായത് കാറ്റയോണിൻ്റെ പോളറൈസേഷൻ പവർ കൂടുമ്പോൾ എന്ത് നടക്കും? ഡിസ്റ്റോഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലായിരിക്കും. ഡിസ്റ്റോഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ബി ഹൈ. അങ്ങനെ ഡിസ്റ്റോഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പറയും പോളറൈസേഷൻ ഈസ് ഹൈ. ഇത് രണ്ടും ഒന്നാണേ. സോ ഐ വിൽ മേക്ക് ഇറ്റ് എസ് എ ബ്രാക്കറ്റ്. സോ പോളറൈസേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ കോവാലൻ ക്യാരക്ടർ കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഐഡിയ. ഗോട്ട് ഇറ്റ്? പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂടുമ്പോൾ ഓൾറെഡി ആ ഡിസ്റ്റോഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലായിരിക്കും. അതായത് ആ ഇലക്ട്രോൺ ക്ലൗഡിനെ ഈ കാറ്റയോൺ എന്ത് ചെയ്യും? കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പോളറൈസേഷൻ കൂടുതലായിരിക്കും. സോ വിച്ച് മീൻസ് ദർ covalent character is increasing, which means the covalent character of that ionic compound is increasing. See, covalent character കൂടുതലാണ്. covalent character കൂടുതലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അയോണിക് ക്യാരക്ടർ അവിടെ കുറയുന്നു എന്നല്ലേ? അയോണിക് ക്യാരക്ടർ കുറയുന്നു എന്നല്ലേ? അല്ലേ? അയോണിക് കോമ്പൗണ്ട്സിന് സോലിബിലിറ്റി കൂടുതലായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? കോവാലൻ കോമ്പൗണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇതൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷനാണ്. സോ കോവാലൻ ക്യാരക്ടർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. അയോണിക് കോമ്പൗണ്ടിനാണ് സോലിബിലിറ്റി കൂടുതൽ ആസ് കമ്പയർഡ് ടു കോവാലൻ കോമ്പൗണ്ട് അല്ലേ? സോ കോവാലൻ ക്യാരക്ടർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും, റൈറ്റ്? സോ ഇതൊക്കെ ഇതിൻ്റെ അപ്ലിക്കേഷനായിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? ഇനി നമുക്ക് ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, സോ ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ഓർഡർ നമുക്ക് ലാസ്റ്റും വരും. സോ ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. VSEPR നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ഷേപ്പ്, ജോമെട്രി ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ VBT, വാലൻസ് ബോണ്ട് തിയറിയിൽ ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ദെൻ റെസണൻസ് പഠിക്കാനുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് പഠിക്കാനുണ്ട്. MOT, മോളിക്കുലർ ഓർബിറ്റൽ തിയറി പഠിക്കാനുണ്ട്. സോ അവിടെ ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ഓർഡർ ഒക്കെ പറയും. സോ ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു എലമെൻറ്റ് ആഡ് ചെയ്തത്
മെറ്റാലിക് ബോണ്ടിങ്ങിനെ കുറിച്ചും, അതായത് അപ്ഡേറ്റഡ് നീറ്റ് സിലബസിൽ എന്തുണ്ട്, മെറ്റാലിക് ബോണ്ടിങ്ങിനെ കുറിച്ചൊരു പോർഷൻ ഉണ്ട്. ആൻഡ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. സോ ഇതൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ് മോസ്റ്റ് പ്രോബബ്ലി ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഈ എന്ത് ചെയ്യുക, അൺഅക്കാഡമി നീറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. സോ നമുക്ക് എപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫൈ കിട്ടുന്നതായിരിക്കും. അഗെയിൻ നമ്മളിവിടെ എന്താ പറഞ്ഞത്, കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഈ കോൺസെപ്റ്റ്സിൻ്റെ MCQ ഡിസ്കഷൻ ഞാൻ അൺഅക്കാഡമി ആപ്പിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ആപ്പിൽ അൺഅക്കാഡമി ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ അവിടെ പോവുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക, സെർച്ച് ചെയ്യുക നിക്കിത. സോ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പ്രൊഫൈൽ അവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ആൻഡ് ഫോളോ ചെയ്യാം. സോ ഞാൻ ഓരോ ലൈവ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇതിൻ്റെ കോൺസെപ്റ്റ്സിൻ്റെ MCQ ഡിസ്കഷൻ ആപ്പിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ MCQ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ എന്ത് കോൺസെപ്റ്റാണോ നമ്മൾ തീർത്തത്, എഗെയിൻ ഇതിൻ്റെ MCQ ഡിസ്കഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടും പാരലലി പോവാലോ, റൈറ്റ്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു. സോ ഗുഡ് നൈറ്റ്. നിങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ, ഞാനും ഇത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. സോ വി വിൽ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ, ഗുഡ് നൈറ്റ്.